പള്ളിക്കാട്ടിലാണോ നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിൻ്റെ മേലേ, പൊള്ളിടുന്ന ചൂടു തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ മീതേ. ചലിക്കുന്ന മാംസപിണ്ഡം നമ്മള്, നാം ചിതലരിച്ചു തീരും ഒടുവിൽ മണ്ണില്. ചലിക്കുന്ന മാംസപിണ്ഡം നമ്മള്, നാം ചിതലരിച്ചു തീരും ഒടുവിൽ മണ്ണില്. ഇതിനുള്ളിലില്ല രക്ഷയാർക്കും പാരില്, എല്ലാം വിട്ടെറിഞ്ഞു പോണം പള്ളിക്കാട്ടില്. പള്ളിക്കാട്ടിലാണോ നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിൻ്റെ മേലേ, പൊള്ളിടുന്ന ചൂടു തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ മീതേ. പള്ളിക്കാട്ടിലാണോ നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിൻ്റെ മേലേ, പൊള്ളിടുന്ന ചൂടു തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ മീതേ. ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ, നമ്മുടെ മഹല്ലത്തിൻ്റെ ഖാലി ഉസ്താദ് വി കുഞ്ഞുട്ടി മുസ്ലിയാർ, ഈ മഹനീയ സദസ്സിന് അർത്ഥഗാംഭീര്യമായ ഒരു ഭാഷണം നടത്തി ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫൈനാസ് അലി ശിഹാബ് തങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സ്നേഹിതനുമായ സുബൈർ ഫൈദി ഉസ്താദ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ പണ്ഡിത വരേണ്യന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, ഇന്നാട്ടിലെ നല്ലവരായ കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, ഉമ്മബെങ്ങന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിലും ഹബീബിലും അടിയുറച്ച ഈമാനികമായ ചിന്തയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാഥനായ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദീനത്തിന്റെ മണവാളനായ മാണിക്കക്കല്ലായ മരതകമായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ നൽവഴികളിലൂടെ സൽപാന്താവിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാഥനായ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിലും ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷത്തിന്റെ പൊരുത്തത്തിലൂടെ കടന്നു പോകുവാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധവും പരിപാവനവും പവിത്രതയുമായ ഈ സദസ്സിലേക്ക് കടന്നു വന്ന മുഴുവൻ സഹോദര സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഇവിടെ കടന്നു വന്നതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിന്റെ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരൂഹതകളും ദുഷിപ്പുകളുമെല്ലാം അല്ലാഹു തആല മാറ്റി അല്ലാഹു ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിൽ രോഗമായി, വേദനയായി, വിഷമങ്ങളായി, നൊമ്പരങ്ങളായി കടന്നു വന്നിരിക്കുന്നവരുണ്ടെങ്കിൽ
അല്ലാഹു ഈ സദസ്സിന്റെ മാഹാത്മ്യം കൊണ്ട് ഇവിടെ കിടന്നുറങ്ങുന്ന ശുഹദാക്കളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു എല്ലാ വിഷമങ്ങളും നൊമ്പരങ്ങളും അല്ലാഹു മാറ്റി അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, അതല്ല ഈ നാടിന്റെ മറ്റ് പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതുമല്ല ഈ പരിശുദ്ധവും പരിപാവനവുമായ ഈ നാടിനെ മനസ്സിൽ കൊണ്ട്, അല്ലെങ്കിൽ ഈ നാട്ടിലേക്കൊരു ഫാത്തിഹ ഓതാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ സഹോദരങ്ങൾ മനസ്സുകൊണ്ട് കാതോർക്കുന്നത് പുത്തനങ്ങാടി ശുഹദ അവരുടെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു പോവുകയും മനസ്സിന്റെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഒന്ന് ഇറക്കി വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയണമെന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് ഈ സദസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അള്ളാഹു ഏതൊക്കെ ആഗ്രഹമാണ് മനസ്സുകൊണ്ട് കരുതിയത്, ആ ആഗ്രഹങ്ങൾ മുഴുവനും അള്ളാഹു തആല സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഇതേ സദസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ സാധുവായ ഞാൻ കടന്നു വരികയും ഈ നാട്ടുകാരുമായി സഹകരിക്കുകയും സഹായിക്കുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധവും പരിപാവനവുമായ വിജ്ഞാനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ മുത്തഅല്ലിമുകൾക്ക് വേണ്ടി എന്റെ ഈ ഇരിക്കുന്ന സഹോദരിമാർ സ്വർണങ്ങളും അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അവരവരുടെ കഴിവിന്റെ അങ്ങേ അറ്റം ഹദിയാകളും കൊടുത്തുവിട്ട ഓർമ്മയുണ്ട്. അള്ളാഹു എല്ലാവർക്കും അതിന് പകരം സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വീട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പരിപാടിയുടെ ഒന്നാമത്തെ സുദിനത്തിലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് മണ്ണ് കഥ പറയുമ്പോൾ എന്നുള്ള വിഷയമാണ്. ഇനിയും നമുക്കൊരുപാട് ദിവസങ്ങൾ ഇതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധവും പരിപാവനവും പവിത്രതയും നിറഞ്ഞ ഇൽമുകൾ ഇവിടെ ചർവണം ചെയ്തുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് കടന്നു പോകാനുണ്ട്. അതുകൊണ്ട് ഇന്ന് ഫസ്റ്റ് ദിവസമായതുകൊണ്ട് ഒരുപാട് സമയമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ ഇവിടെ കടന്നു വന്നിരുന്നിട്ട് അള്ളാഹു ഇതിന് പകരം നാളെ അള്ളാഹുവിന്റെ മഹ്ശറയാകുന്ന കോടതിയിൽ അള്ളാഹു പിടിച്ചു നിർത്താതിരിക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആദരവായി നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയുടെ ചാരത്തിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് ഹബീബിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ സ്വഹാബത്ത് കടന്നു വരാറുണ്ട്. എന്തിനാണ് അവർ കടന്നു വരുന്നത്? അള്ളാഹുവിനെ പറ്റി പഠിക്കാൻ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധരങ്ങളിലൂടെ അടർന്നു വീഴുന്ന അമൂല്യമുത്തുകളെ ആലിംഗനം ചെയ്യാൻ, സന്തോഷത്തിന്റെ പേയ്മാരികൾ മനസ്സ് മുഴുവനും വെച്ചുകൊണ്ട് കടന്നു വരുന്ന പ്രിയപ്പെട്ട സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹു. ആ സ്വഹാബത്തിനെ കാണുമ്പോഴൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിന് സന്തോഷമാണ്. കാരണം ഇന്നിവിടെ ഈ ശുഹദാക്കളുടെ ആണ്ട് നേർച്ചയുടെ ഭാഗമായി വിജ്ഞാനത്തിന്റെ സദസ്സിലേക്ക് വിജ്ഞാനദാഹികളായി കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പോലെ സഹോദരിമാരെ പോലെ അല്ല, ഇതിനേക്കാൾ അപ്പുറമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്ത് ഹബീബിന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു പോവുകയാണ്. സ്വഹാബത്ത് കടന്നു ചെന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് എന്താണ്? നിങ്ങൾ സാധാരണ കടന്നു വരുമ്പോ നിങ്ങളുടെ മനസ്സ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ പറ്റി പഠിക്കാനും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പഠിക്കുവാനും വേണ്ടിയാണ് നിങ്ങൾ ഇവിടത്തേക്കൊന്ന് കടന്നു വരുന്നത്. ഇന്ന് നിങ്ങൾ കൂട്ടം കൂട്ടമായി ഈ മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്കൊന്ന് കടന്നു വന്നതിന്റെ കാരണം എന്താണ്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട സ്വഹാബത്ത് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ജീവിതത്തിൽ ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പ് നോക്കുന്നുണ്ട്, ഞങ്ങൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ സ്വതക്ക ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അത് മുഴുവനും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈമാനികമായ ചിന്ത ഒന്ന് കടന്നു വരുന്നില്ല, ഈമാനികമായ ചിന്ത ഒന്ന് കടന്നു വരുന്നില്ല.
ആ ഒരു ഈമാനികമായ ചിന്ത വന്ന് കടന്നു വരാൻ അവിടുത്തെ റിസാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീടുന്ന ഏതെങ്കിലും ഒരു അമൂല്യമുത്ത് നമ്മുടെ മനസ്സിലേക്കൊന്ന് കിട്ടിയാൽ അത് വാരിയെടുക്കാൻ വേണ്ടി കടന്നു വന്നതാണ്. ഞങ്ങൾ നിസ്കരിക്കാത്തവരല്ല, ഞങ്ങൾ നോമ്പെടുക്കാത്തവരല്ല, ഞങ്ങൾ സക്കാത്ത് കൊടുക്കാത്തവരല്ല, എല്ലാം ഞങ്ങൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഹബീബായ റസൂലേ, ഈ ഒരു സമക്ഷത്തിലേക്ക് നമ്മളൊന്ന് കടന്നു വരുമ്പോ ജീവിതത്തിൽ ഈമാനികമായ ചിന്ത വന്ന് കടന്നു വരാൻ, സന്തോഷകരമായ ചിന്തകളൊന്ന് കടന്നു വരാൻ, ഞങ്ങളത് പഠിക്കാനും ചോദിക്കാനും മനസ്സിലാക്കാനും കടന്നു വന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനെ മുഴുവനും അരികിലേക്ക് ഒന്ന് വിളിക്കുകയാ. വിളിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട സ്വഹാബാ, നിങ്ങൾ ഇവിടത്തേക്കൊന്ന് കടന്നു വരുമ്പോ നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അത് നിങ്ങളോട് മാത്രം പറഞ്ഞു തന്നാൽ മതിയാകില്ലല്ലോ സഹാബ. അതുകൊണ്ട് മസ്ജിദ് നബവിയുടെ ചാരത്തേക്കൊന്ന് കടന്നു പോവുക. നക്ഷത്രതുല്യരായ മുഴുവൻ സ്വഹാബത്തിനെയും വിളിച്ചുകൊണ്ട് വരിക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ബഹുമാനപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാ. കടന്നു പോയിട്ട് മസ്ജിദ് നബവിയുടെ ചാരത്തുനിന്ന് ഓടുകയാ. മദീനയിലൂടെ കടന്നു പോകുമ്പോ മദീനത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട സ്വഹാബാ, എല്ലാവരെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദ് നബവിയുടെ ചാരത്തേക്കൊന്ന് വിളിക്കുന്നുവെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്തെല്ലാം വരിവരിയായിട്ട് കടന്നു വരികയാ. എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ മദീനത്തിന്റെ രാജകുമാരന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു വന്നിരുന്നു. അവിടെ കടന്നു വന്നിരുന്നു കൊണ്ട് പറയുന്നു, മുത്തു നബിയേ, ഞങ്ങളെ എന്തിനാ റസൂലേ വിളിച്ചിട്ടുള്ളത്? അവിടെ നിന്ന് വെറുതെ വിളിക്കില്ല എന്നറിയാ. എന്തെങ്കിലും ഒരാവശ്യമില്ലാതെ അവിടെ നിന്ന് ഞങ്ങൾ ഈ പരിശുദ്ധമായ മസ്ജിദ് നബവിയുടെ ചാരത്തേക്ക് വിളിക്കൂല എന്നറിയാ നബിയേ. അതുകൊണ്ട് പറയുവോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ആ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കടന്നിരിക്കുക. എല്ലാവരും മസ്ജിദ് നബവിയുടെ ചാരത്ത് ലോകത്തിന്റെ രാജകുമാരനെ വട്ടമിട്ടുകൊണ്ട് കടന്നിരിക്കുകയാണ്. ഓ സമയത്താണ് പ്രിയപ്പെട്ട റസൂലുള്ളാഹി തങ്ങള് ആദ്യം കടന്നു വന്ന സ്വഹാബത്തിനെ വിളിച്ചു. അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ട സ്വഹാബാ, നിങ്ങൾ പറഞ്ഞ ആഗ്രഹമുണ്ടല്ലോ, നിങ്ങളുടെ ആവശ്യമുണ്ടല്ലോ, അതെന്താണോ നിങ്ങളൊന്ന് പറയുക. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് അതിൽപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ്. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറയാം. നിങ്ങളുടെ ആവശ്യം അനുസരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ആവശ്യം പറയും. ആ സമയത്താണ് അവിടെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു പോവുകയാ, റസൂലല്ലാഹ്, ഞങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാണ് നബിയേ, ഞങ്ങളൊക്കെ നോമ്പെടുക്കുന്നവരാണ് നബിയേ, ഞങ്ങളൊക്കെ പരിശുദ്ധമായ ദീനിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവരാണ് നബിയേ. ഈമാനികമായ ചിന്ത വന്ന് കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് ഈമാനികമായ ചിന്ത വന്ന് കടന്നു വരാ ഉതകുന്ന രീതിയിലുള്ള ഒരു ഉപദേശത്തിന് വേണ്ടിയാ കടന്നു വന്നിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, പ്രിയപ്പെട്ട സ്വഹാബാ, ഇവര് ചോദിച്ചു പോയ ചോദ്യമുണ്ടല്ലോ, അതൊരു വല്ലാത്ത സന്തോഷമുള്ള ചോദ്യമാണല്ലോ, ആനന്ദമുള്ള ചോദ്യമാണല്ലോ, ആഹ്ലാദമുള്ള ചോദ്യമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മദീനത്തിന്റെ മണവാളനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ പ്രഭാഷണം പറഞ്ഞപ്പോ മരണത്തെ പറ്റി ചെറുതായിട്ടേ നമ്മളൊന്ന് സൂചിപ്പിച്ചിട്ടുള്ളൂ, മരണത്തെ പറ്റി ചെറുതായേ നമ്മളൊന്ന് പറഞ്ഞിട്ടുള്ളൂ. മണ്ണ് കഥ പറയുമ്പോ എന്നുള്ള വിഷയത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ ഇരുന്നിട്ട് സ്വഹാബത്തിനോട് പറയാ, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന കാര്യമെന്ന് നിങ്ങൾ പഠിച്ചു പോയാൽ
ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞു പോയാൽ ഒന്ന് നിങ്ങൾക്ക് കലിമ ചൊല്ലി മരിക്കാൻ കഴിയുന്നതാ. നാളെ നിങ്ങൾ മരിച്ചു പോയാ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വരുന്നതാ. നിങ്ങളെ പൊതിയാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വരുന്നതാ. നിങ്ങളെ കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വരുന്നതാ. 6 അടി മണ്ണാകുന്ന കബറിന്റെ ഉള്ളില് നിങ്ങളെ കൊണ്ടുവെക്കാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വരുന്നതാണ്. പച്ചമണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലേക്ക് നിങ്ങളെ കൊണ്ടുവച്ചാൽ നിങ്ങളുടെ മണ്ണ് സന്തോഷത്തോടെ നിങ്ങളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് പറയട്ടെ സ്വഹാബാ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പറയുമ്പോ ആവേശത്തോടെ സ്വഹാബത്ത് വന്നടങ്കം പറഞ്ഞു പോയി, റസൂലേ അവിടത്തെ റിസാലത്തിന്റെ ചുണ്ടിലൂടെ അടർന്നു വീഴുന്ന മാണിക്കക്കല്ല് കേൾക്കാ ഞങ്ങൾ കാത്തിരിക്കുന്നു നബിയേ. ഞങ്ങൾ ആവേശത്തോടെ ഇരിക്കുകയാ നബിയേ. പറയണം റസൂലല്ലാഹ്, പറയണേ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായിട്ട് സ്വഹാബത്തിനോട് പറയാ, ഉൽഖുറുൽ മനിയാ, നിങ്ങൾ നിങ്ങളുടെ മരണത്തെ പറ്റിയിട്ട് ഓർക്കുക. എവിടത്തേക്കും മറികടന്നിട്ട് നമ്മൾ പോകുന്നില്ല. നമ്മുടെ വിഷയത്തിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. ഹബീബും സഹാബത്തും തമ്മിലുള്ള ചർച്ചയാ. നിങ്ങൾ നിങ്ങളുടെ മരണത്തെ പറ്റിയിട്ട് ഓർക്കുക. ആരാ ഇന്ന് മരണത്തെ പറ്റി ഓർക്കുക? സുബ്ഹാനല്ലാഹ്, മരിക്കുമെന്നുള്ള ചിന്തയില്ലാതെ പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പർദീസയിലൂടെ പാറിപ്പറന്നുകൊണ്ട് കടന്നു പോകുമ്പോ പടച്ചവനെ പോലും മതിമറക്കുന്നല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ പഠിക്കുക. സുബ്ഹാനല്ലാഹ്, അബ്ദുല്ലാഹ് ഇബ്നു മുത്തീ റഹിമഹുല്ലാഹ്, നമ്മളൊക്കെ ഒരുപാട് പ്രഭാഷകന്മാര് പറയുന്നതൊക്കെ നമ്മൾ കേട്ടുപോയതാണ്. കാണാൻ നല്ല സുന്ദരമുള്ള ഒരു വീട് പണിയാ, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ഒരു വീട് പണിയാ. ഒരു എഞ്ചിനീയറെ വിളിച്ച് ഏർപ്പാട് ചെയ്യുന്ന, മോനെ എനിക്ക് താമസിക്കാൻ നല്ല സെറ്റപ്പ് ഉള്ള ഒരു വീടൊന്ന് പണിയുക എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹ് ഇബ്നു മുത്തീ റഹിമഹുല്ലാഹ് കടന്നു പോവുകയാ. സുബ്ഹാനല്ലാഹ്, വീടിന്റെ പണിയെല്ലാം ഒന്ന് കഴിയുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മുത്തീ റഹിമഹുല്ലാഹ് മസ്ജിദിൽ ഇരുന്നുകൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ സമയത്തതാ കടന്നു വരികയാണ് വീട് പണിയാൻ ഏൽപ്പിച്ചു പോയ, കോൺട്രാക്ടിന് വേണ്ടി കൊടുത്തുപോയ ചെറുപ്പക്കാരൻ എഞ്ചിനീയർ കടന്നു വന്നിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ പറഞ്ഞതുപോലെ കാണാ സൗന്ദര്യമുള്ള ഒരു വീട് ഞാൻ പണിഞ്ഞിരിക്കുകയാ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മുത്തീ റഹിമഹുല്ലാഹ് അതാ കടന്നു വരികയാണ് വീട്ടിലേക്ക്. ആ വീട്ടിലേക്ക് ഒന്ന് കടന്നു വന്നുകൊണ്ട് നോക്കുകയാണ്. ആ വീട്ടിന്റെ സൗന്ദര്യം ഒന്ന് കണ്ടിട്ട് പറയുന്നു, ഇല്ല, ഈ വീടിന്റെ സുഖം എനിക്ക് വേണ്ട, ഈ വീടിന്റെ ആനന്ദം എനിക്ക് വേണ്ട, ഈ വീടിന്റെ സുഖലോലുപത എനിക്ക് വേണ്ട. അല്ലാഹു മരണത്തെ പടച്ചിരിക്കുകയാണ്. ഞാൻ ഈ വീട്ടിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് സുഖിച്ച് രമിച്ച് കളിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയാൽ എങ്ങനാ ഞാൻ എന്റെ മരണത്തെ കുറിച്ച് ഓർക്കാൻ കഴിയുക? അതുകൊണ്ട് അല്ലാഹുവേ, പടച്ചവൻ മരണത്തെ പടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ, ഈ വീടിന്റെ സുഖവും വേണ്ട, ഈ വീടിന്റെ ആനന്ദവും വേണ്ട, ഈ വീടിന്റെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് കടന്നുപോയ എത്രയോ പ്രിയപ്പെട്ട മഹാരഥന്മാരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പഠിക്കുക. അതുകൊണ്ട് മരണത്തെ പറ്റി വന്ന് ഓർക്കുക. പടച്ച റബ്ബേ, കഴിഞ്ഞ കൊല്ലം പുത്തനങ്ങാടി ഈ ഒരു ദേശത്തേക്കൊന്ന് കടന്നു വന്നിട്ട് ഇതുപോലെ പ്രഭാഷണത്തിന്റെ സദസ്സിൽ കടന്നിരുന്ന പല ഉപ്പമാരും ഇന്നെവിടെയാ, പല ഉമ്മമാരും ഇന്നെവിടെയാ. പലരും ഇന്ന് മരിച്ചു പോയിട്ട് പച്ചമണ്ണാകുന്ന ഖബറിന്റെ ഉള്ളില് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ സഹായമില്ലാതെ, കൂടപ്പുറപ്പിന്റെ സഹായമില്ലാതെ, ഭാര്യന്റെ സഹായമില്ലാതെ, സഹപാഠികളുടെ സഹപ്രവർത്തകരുടെ സഹായമില്ലാതെ എത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്നിവിടെ കടന്നു വരാൻ അടുത്ത ഒരു കൊല്ലത്തേക്കും കൂടെ കടന്നു പോകാ എന്ന് പറഞ്ഞിട്ട് മനസ്സുകൊണ്ട് കാത്തിരുന്നു പോയ പല സഹോദരങ്ങളും ഇന്നെവിടെയാ? പുത്തനങ്ങാടി പള്ളിപ്പറമ്പിൽ അന്തിവിശ്രമം കൊള്ളുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരാ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങള് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന, സ്വഹാബാ, 6 അടി മണ്ണാകുന്ന പച്ചമണ്ണാകുന്ന ഖബറിന്റെ ഉള്ളില് നിന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരും നിന്റെ മക്കളും നിങ്ങളെ കൊണ്ട് ചെന്നിട്ട് പച്ചമണ്ണാകുന്ന കബറിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവിടുന്ന് പിരിയുന്നതിന് മുമ്പ് നിങ്ങളുടെ മരണത്തെ പറ്റിയുള്ള ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിന്റെ മനോമുഖരത്തിൽ കടന്നു വരണേ സ്വഹാബത്തെ എന്നവിടുന്ന് വിളിച്ചു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പഠിക്കുക. അല്ലാഹുവേ, എത്രയോ പ്രാവശ്യമാണ് ഇവിടെ കിടന്നുറങ്ങുന്ന ശുഹദാക്കളുടെ ചാരത്തേക്കൊന്ന് കടന്നു വന്നത്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തത്. മനസ്സിന് മാറ്റമുണ്ടോ? ഖൽബിന് മാറ്റമുണ്ടോ? നിസ്കാരത്തിന് മാറ്റമുണ്ടോ? സ്വതക്കയ്ക്ക് മാറ്റമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഹബീബ് അവിടുന്ന് പഠിപ്പിക്ക, ഈമാനികമായ ചിന്ത വന്ന് കടന്നു വന്നുകൊണ്ട് അല്ലാഹ് എന്നുള്ള ചിന്തയോടുകൂടി എന്റെ സ്വഭാവത്തിന് കടന്നു പോകണോ? മരണമെന്നുള്ള പ്രതിഭാസത്തെ മനസ്സിന്റെ മനോമകരത്തില് കൊണ്ടുവരണമെന്ന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ഇന്നിവിടെ കടന്നു വന്നു പോയ ചെറുപ്പക്കാരാ, ആരോഗ്യമുള്ള യുവാക്കളോട് പറഞ്ഞു പോവുകയാ, നിങ്ങളെ പോലെ 20 വയസ്സുള്ള ചെറുപ്പക്കാരിന്നെവിടെ, 26 വയസ്സുള്ള ചെറുപ്പക്കാരിന്നെവിടെ, 27 വയസ്സുള്ള ചെറുപ്പക്കാരിന്നെവിടെ, 30 വയസ്സുള്ള ചെറുപ്പക്കാരിന്നെവിടെ? പുത്തനങ്ങാടി ശുഹദാക്കളെ കിടന്നുറങ്ങുന്ന ആ പരിശുദ്ധമായ പച്ചമണ്ണിന്റെ ചാരത്ത് പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിന്നോട് സംസാരിച്ചു പോയ നിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെവിടെ? എന്റെ പൊന്നുമോനെ, ഇപ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലും മാറ്റം കടന്നു വന്നിട്ടില്ല. അല്ലാഹനെ പറ്റിയുള്ള ഓർമ്മ വന്നിട്ടില്ല. ഹബീബിന്റെ ജീവിതം വന്നിട്ടില്ല. പച്ചയായ തെറ്റിലേക്ക് നമ്മളൊന്ന് കടന്നു പോകുമ്പോ നമുക്ക് തൗബ ചെയ്യാനുള്ള മനസ്സമാധാനത്തിന്റെ തൗബയിലേക്ക് വരാനുള്ള സമയം നമുക്കായിപ്പോ എന്റെ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പഠിപ്പിക്കുകയാണ്. ഒന്ന് മരണമാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എത്ര മക്കളാ പിരിഞ്ഞു പോയത്? 6 വയസ്സുള്ള 7 വയസ്സുള്ള ഉമ്മാന്റെ മാറത്തിരുന്ന് കൊണ്ട് അമ്മിഞ്ഞ പാല് കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ തട്ടി വിളിക്കുമ്പോഴുമ്മ, എത്രയോ അങ്ങനത്തെ കൊച്ചുമക്കളാണ് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത്. അതുകൊണ്ടാ റസൂലുള്ള സ്വഹാബത്തിനോട് പറഞ്ഞത്, പ്രിയപ്പെട്ട സ്വഹാബാ, പച്ച മണ്ണിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മരണത്തെ പറ്റി ഒന്ന് ഓർക്കണേ സ്വഹാബാ. 6 അടി മണ്ണാകുന്ന ഖബർ, ആ മണ്ണ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ആ മണ്ണ് നമ്മളോട് കഥകൾ വിളിച്ചു പറയുന്നുണ്ട്. അതിലേക്കാ നമ്മൾ കടന്നു വരുന്നത്. അതിനു മുമ്പ് നമ്മൾ മരണത്തെ പറ്റി ചിന്തിക്കണമെന്ന് പഠിപ്പിച്ചത് ഖൽബിന്റെ രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാഹി. കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ നല്ല ഉഷാറ് സ്വലാത്തായിരുന്നല്ലോ. ആദരവായി നബിയുനാ റസൂലുള്ളാഹി അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബോട് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. മാനിക രാജ റസൂലുള്ളാഹി മോഴിന്താരേ, സ്നേഹക്കടലായ ആറ്റലായവർ ചൊന്നാരേ, സ്നേഹക്കടലാണോ മാറിവില്ലൊത്തൊരു പൂവാണോ? അമ്പേളി രാജ റസൂലില്ലാനന്ദ പൂവാണോ? ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതൊന്നും പാഴായിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, ചെറുപ്പക്കാരാ, ഞാൻ ഒരു കഥ നിങ്ങളോട് പറഞ്ഞു പോവുകയാ. ഇന്നൊന്നും മരിക്കൂല നമ്മള്. നാളത്തെ പ്രഭാഷണത്തിന്റെ സദസ്സിലേക്കൊന്ന് കടന്നു വരണമെന്ന് പറഞ്ഞ് ആവേശത്തോടെ ഇരുന്ന് പോകുന്ന ചെറുപ്പക്കാരാ, നാളെ നിനക്ക് വരാൻ പറ്റുമെന്ന് എന്തുറപ്പാ പൊന്നുമോനെ നിനക്കുള്ളത്? കൊല്ലം ജില്ലയിൽ ഐത്തം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അല്ലാഹുവേ, ബാപ്പയില്ലാത്ത 2 കൊച്ചുമക്കളുണ്ട്. ഒരുമ്മക്ക് 2 മക്കളാണ്. ആ പ്രിയപ്പെട്ട മൂത്ത മകനിക്ക് 10, 12, 16 വയസ്സേ പ്രായമുള്ളൂ. ഇളയ മകനിക്ക് വളർന്ന വയസ്സ് കുറവാണ്. ബാപ്പ ലോകത്തോട് വിട പറഞ്ഞു പോയത് കൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയാണ് അടുക്കള പണി ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട പുന്നാര മക്കളെ നോക്കി വളർത്തുന്നത്. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ കടന്നു വന്നപ്പോ ഒരു കുട്ടിയുടെ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അന്ന് എന്റെ ഉമ്മമാരുടെ ചെറുപ്പക്കാരുടെ ഉപ്പ
ഉപ്പമാരുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടുപോയതാണ്. അല്ലാഹുവേ, അതുകൊണ്ടാ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു പോകുന്നത്. ഈ 16 വയസ്സുള്ള മകനുണ്ട്, 10-12 വയസ്സുള്ള കുഞ്ഞു മകനുമുണ്ട്. പ്രിയപ്പെട്ട പുന്നാര ഉമ്മാന്റെ ചാരത്തേക്ക് മൂത്ത മകൻ കടന്നു വരികയാ. വന്നുകൊണ്ട് പറഞ്ഞു, ഉമ്മാ, പ്രിയപ്പെട്ട ബാപ്പയില്ലല്ലോ, ബാപ്പയില്ലാതെ ആ ഒരു ബുദ്ധിമുട്ട് എന്റെ ഉമ്മ എത്ര നാളുകളായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പുന്നാര ഉമ്മ, ഇനി നിങ്ങൾ നമുക്ക് വേണ്ടി നേരം വെളുത്തു കഴിഞ്ഞാൽ ഓരോ വീടാന്തരം കയറേണ്ട ഉമ്മ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് പറയുകയാ, അല്ലാഹുവേ, എത്രയോ പ്രിയപ്പെട്ട കൊച്ചുമക്കള് അനാഥ മന്ദിരത്തിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോയിട്ട് അവിടെ താമസിക്കുന്നില്ല ഉമ്മ. യഥാർത്ഥത്തിൽ നമ്മൾ അനാഥ മക്കളല്ലേ ഉമ്മ. അതുകൊണ്ട് പ്രിയപ്പെട്ട പുന്നാര ഉമ്മ, ഞങ്ങളെ വന്നതാ ഞങ്ങളുടെ വീടിന്റെ ചാരവുള്ള ആ ഒരു അനാഥ മന്ദിരത്തിന്റെ ഉള്ളില് ഞങ്ങളെ എന്റെ ഉമ്മ വന്ന് കൊണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ ഉമ്മ പിന്നെ ജോലിക്ക് പോകേണ്ടി വരൂലല്ലോ, എന്റെ ഉമ്മ പിന്നെ വിഷമിക്കേണ്ടി വരൂലല്ലോ, എന്റെ ഉമ്മ പിന്നെ ദുഃഖിക്കേണ്ടി വരൂലല്ലോ. അതുകൊണ്ട് ഉമ്മ നല്ല മനസ്സോടെ, നിറഞ്ഞ മനസ്സോടെയാണ് എന്റെ ഉമ്മയോട് പറയുന്നത്. പ്രിയപ്പെട്ട ഉമ്മ, ഞങ്ങളെ ആ യതീംഖാനയുടെ ഉള്ളിലേക്ക് ഞങ്ങളൊന്ന് കൊണ്ടാക്കുവോ? അവിടെ ഞങ്ങൾ നിന്നുകൊള്ളാം, അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ പഠിച്ചുകൊള്ളാം. ഉമ്മാക്കൊരിക്കലും വിഷമം വരൂല്ല, ഉമ്മാക്കൊരിക്കലും നൊമ്പരം വരൂല്ല, ഉമ്മാക്കൊരിക്കലും കണ്ണുനീര് വരൂല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമക്കൾ പറയുമ്പോ ആ ഉമ്മയും വിചാരിച്ചു പോയി, പടച്ചോനെ, എന്റെ പൊന്നുമക്കൾ പറയുന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഉടൻ തന്നെ ഉമ്മ ചെന്ന് കാണുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദിനെ. ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദ്, യഥാർത്ഥത്തിൽ എന്റെ 2 മക്കളും അനാഥ മക്കളാണ്. അവർക്കൊരാഗ്രഹമുണ്ട്, ഈ യതീംഖാനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ വന്ന് കൊണ്ടുവരട്ടെ എന്നവിടെന്ന് വിളിച്ചു പറയുമ്പോ ആ ഉസ്താദ് പറഞ്ഞു, കൊണ്ടുവരിക. ഈ നാടിന്റെ ചാരത്തുള്ള 2 മക്കളാണല്ലോ, ആ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ ആഗ്രഹം അതാണെങ്കിൽ ആ മക്കളെ കൂടെ നമുക്ക് നോക്കാൻ സന്തോഷമാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെന്ന് വിളിച്ചു പറയുമ്പോ സാധുവായ ഉമ്മാന്റെ കണ്ണുകൾ നിറയുകയാ. ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മമാർക്കറിയുമല്ലോ, നമ്മുടെ പൊന്നുമക്കളെ 10 ദിവസത്തേക്കോ 6 ദിവസത്തേക്കോ എവിടത്തെങ്കിലും ഒന്ന് മാറി നിന്ന് പോയാൽ മക്കളെ കാണാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മുടെ കണ്ണ് നിറയൂലേ, നമ്മൾ കരയൂലേ, നമ്മൾ നൊമ്പരപ്പെട്ടുകൊണ്ട് കടന്നു പോകൂലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പഠിക്കുക. അതാ പ്രിയപ്പെട്ട കൊച്ചുമക്കളെ കൊണ്ടാക്കുകയാ. ആ 2 മക്കൾ അബൂബക്കർ ഉസ്താദിന്റെ കയ്യിലേക്ക് ഒന്ന് കൊടുത്തിട്ട് പറയുന്നു, ഉസ്താദേ, ബാപ്പയില്ലാത്ത മക്കളാണ്. ഈ 2 മക്കളെ വിട്ട് പിരിഞ്ഞിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉസ്താദ്, എനിക്ക് ചെറിയൊരു ഇളവ് ചെയ്യാവോ? എനിക്ക് ചെറിയൊരു ഇളവ് ചെയ്യാവോ? എല്ലാ വ്യാഴാഴ്ചയും എന്റെ മക്കളെ എന്റെ ചാരത്തേക്കൊന്ന് ചേർത്തിക്കിടത്താൻ എന്റെ പൊന്നുമക്കളെ ഒന്ന് പറഞ്ഞു വിടാവോ? ഒരു ഉമ്മാന്റെ സങ്കടമേ, ഒരു ഉമ്മാന്റെ ദുഃഖമേ, ഒരു ഉമ്മാന്റെ കണ്ണുനീരിന്റെ വേദനയെ അവിടെ ഉസ്താദ് പറഞ്ഞു ഉമ്മ സമ്മതിക്കുകയാണ്. അങ്ങനെ എല്ലാ ബുധനാഴ്ചയാകുമ്പോഴും ആ പാവപ്പെട്ട പൊന്നു പെങ്ങള് മക്കളെ കടന്നു വരുമല്ലോ എന്നുള്ള ചിന്തയോടെ വീടൊക്കെ അടിച്ചു വൃത്തിയാക്കുകയാ, സന്തോഷത്തോടെ കടന്നു കൂടുകയാ. വ്യാഴാഴ്ച നേരം വെളുത്തു കഴിഞ്ഞാൽ ആ ഉമ്മാന്റെ കൈകളിൽ നിന്ന് ഒരു ചോറ് മേടിച്ച് തിന്നാൻ, കാപ്പി കുടിക്കാൻ, നാസ്ത കഴിക്കാൻ പൊന്നുമക്കള് കടന്നു വരുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാ. അങ്ങനെ മക്കള് കടന്നു വരാറുണ്ട്. മക്കൾക്ക് ഉമ്മ ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തു. മക്കളോട് ഉമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ 2 പേരും വിട്ടു പിരിഞ്ഞിട്ട് എവിടേക്കും പോകാൻ പാടില്ല. 2 പേരും സ്കൂളുകളിൽ പോകുമ്പോ ഈ സൈക്കിളിലൂടെ കടന്നു പോവുക. പൊന്നുമക്കൾക്കും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സൈക്കിൾ മേടിച്ചു കൊടുത്തു. അതിലൂടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ കടന്നു പോവുകയാ. സുബ്ഹാനല്ലാഹ്,
എപ്പോഴും വാഹനങ്ങൾ വരുന്ന വഴിയാ. എപ്പോഴും പ്രിയപ്പെട്ട മൂത്ത മകനോട് പറയും, അനുജനെ ശ്രദ്ധിക്കണം മകനെ, അവൻ കൊച്ചുകുട്ടിയാണ്, അവനിക്കറിഞ്ഞൂടാ, അവൻ റോഡ് മുറിച്ച് കടക്കുമ്പോ നീ അവന്റെ കൈ പിടിച്ചുകൊണ്ടായിരിക്കണം മുറിച്ച് കടക്കാൻ എന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിടാറുണ്ട്. ഒരു വേള ഒരു ബുധനാഴ്ച ദിവസം ആ പ്രിയപ്പെട്ട സഹോദരി വീടൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോ അതാ ഒരാള് കടന്നു വരികയാ. കടന്നു വന്നിട്ട് പറഞ്ഞു, സഹോദരി നിങ്ങളൊന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം, നിങ്ങളൊന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം. സാധുവായ പൊന്നു പെങ്ങളോട് മകനിക്ക് പനിയാണെന്ന് പറയുകയാ. ആ പെങ്ങൾ അവിടെ നിന്നൊരു ബെഡ്ഷീറ്റ് എടുക്കുന്നു, പൊന്നുമക്കൾക്ക് അവിടെ നിന്ന് കുടിക്കാനുള്ള കഞ്ഞിപ്പാത്രം എടുക്കുന്നു. ആ കഞ്ഞിപ്പാത്രവും ബെഡ്ഷീറ്റും എല്ലാം കൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരി കൊണ്ടുവന്ന വാഹനത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുകയാ. കയറിയിട്ട് സുബ്ഹാനല്ലാഹ് അതാ കടന്നു പോകുന്ന ഹോസ്പിറ്റലിന്റെ മുമ്പില് ചെന്നിറങ്ങിയ പാടെ ചോദിച്ചു പോവുകയാ, എവിടെയാണ് എന്റെ കുഞ്ഞുമോന് കിടക്കുന്നത്? അവനിക്ക് പനി കുറവുണ്ടോ, പനി കുറവുണ്ടോ? ഇത് കേൾക്കുമ്പോഴാണ് ഈ സഹോദരിയുടെ സഹോദരൻ ആങ്ങൾ അവിടെ നിൽക്കുകയാ. ഈ സഹോദരിയെ കണ്ടപാടെ പൊട്ടിയങ്ങ് കരഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, മനസ്സൊന്ന് നൊമ്പരപ്പെട്ടു പോവുകയാ. വേദനയോടെ വാവിട്ടുകൊണ്ട് കരയുന്നത് കണ്ടപ്പോ ഈ പെങ്ങൾ ചോദിച്ചു, പൊന്നുമോനെ നീ എന്തിനാണ് കരയുന്നത്? എന്തേ നിനക്ക് പറ്റിപ്പോയത്? എന്തേ നിനക്ക് സംഭവിച്ചു പോയത്? എന്തേ നിന്റെ മനസ്സിന്റെ വേദന വന്ന് പറയാവോ? അപ്പോഴാണ് ഓടി വന്നുകൊണ്ട് ആ ചെറുപ്പക്കാർ സ്വന്തം സഹോദരിയെ കെട്ടിയങ്ങ് പിടിച്ചിട്ട് പറയാ, നീ ഇത്ര ഭാഗ്യം കെട്ട ഒരു പെണ്ണാണോ? നീ ഇത്ര ഭാഗ്യം കെട്ട ഒരു പെണ്ണാണോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ സാധുവായ പൊന്നു പെങ്ങൾക്കൊന്നും അറിയില്ല. ചോദിച്ചു പോയി, എവിടെ മൂത്ത മകൻ എവിടെയാ? അല്ലാഹുവേ, ആ സമയത്തതാ ഉമ്മാന്റെ തൊട്ട് പിന്നാലെ വന്നു നിന്നുകൊണ്ട് വാവിട്ടുകൊണ്ട് പൊട്ടി പൊട്ടി കരയുമ്പോ അവിടുന്ന് ചോദിച്ചു പോയി, മോനെ നിന്റെ അനുജനെവിടെ? നിന്നോട് കൈപിടിച്ചുകൊണ്ട് ഏൽപ്പിച്ച് വിട്ടുപോയ നിന്റെ പ്രിയപ്പെട്ട കുഞ്ഞു മകൻ എവിടെ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ അവിടുന്ന് ആംഗ്യം കാണിച്ചു കൊടുക്കുകയാ. എവിടത്തേക്കാണ് ആംഗ്യം കാണിച്ചു എന്നറിയോ? മോർച്ചറിയുടെ ഉള്ളിലേക്കാണ് ആംഗ്യം കാണിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഉമ്മാന്റെ മനസ്സ് പൊട്ടി പോവുകയാ. അവിടെ എന്തിനാണ് എന്റെ കുഞ്ഞുമോനെന്ന് കടന്നു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടി കരയുമ്പോ ഈ സഹോദരൻ പറഞ്ഞു, ഇത്താത്താ, ഈ രണ്ട് മക്കളും ഒരുമിച്ചാണ് കടന്നു വന്നത്. അതാ കടന്നു വരുന്ന വഴിയിൽ ഒരു ആർച്ച് കെട്ടിയിരുന്നു ഇത്താത്ത. സൈക്കിളിന്റെ ഹാൻഡിലൊന്ന് മെല്ലെ വന്ന് തട്ടിയിട്ട് പ്രിയപ്പെട്ട മക്കള് സൈക്കിളിൽ നിന്ന് മറിഞ്ഞു വീണതാണ്. രണ്ടാമത്തെ കുട്ടി മറിഞ്ഞു വീണത് റോട്ടിലേക്കാണ്. അല്ലാഹുവേ, കടന്നു വന്ന ഒരു വാഹനം ഒന്ന് തട്ടിയിട്ട കുഞ്ഞുമകൻ ആ സെക്കൻഡിൽ തന്നെ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, പുന്നാര മകൻ ലോകത്തോട് വിട പറഞ്ഞെന്ന് കേൾക്കാൻ പോലും നിൽക്കാതെ ബോധരഹിതയായി വീണുപോയ സാധുവായ പൊന്നു പെങ്ങള് എല്ലാവരും അവിടെ എടുത്തുകൊണ്ട് കടന്നു പോവുകയാ. വീട്ടിന്റെ ഉള്ളില് സമയമില്ല, ചുരുക്കി പറയുകയാ, വീടിന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുപോവുകയാ. എല്ലാവരും അവിടെ നിന്ന് മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു. എന്നിട്ട് വീട്ടിലേക്കൊന്ന് കൊണ്ടുവരുമ്പോ സുബ്ഹാനല്ലാഹ്, സാധുവായ പൊന്നു പെങ്ങള് വീട്ടിലിരിക്കുകയാ. ഇരുന്ന് കൊണ്ടു നോക്കുകയാണ്. പടച്ചവനെ, മൂത്ത മകൻ നടന്നു വരുന്നുണ്ടല്ലോ, എന്റെ രണ്ടാമത്തെ കുട്ടി എന്തേ നടക്കാൻ കഴിയാത്തത്? അവിടെ നിന്നതാ കുഞ്ഞു ബാലനോടൊപ്പം ഇലാഹ ഇല്ലല്ലാഹ്
അവിടുന്ന് കലിമത്ത് തൗഹീദ് ഉറക്കെ ചൊല്ലിക്കൊണ്ട് കടന്നു വരികയാ. മയ്യത്ത് കൊണ്ട് വീട്ടിലേക്ക് വെക്കുകയാ. അവിടുന്ന് ആദ്യമാ സഹോദരി കടന്നു പോയത് സാക്ഷിയാണ്. ഞാനും കണ്ടുപോയതാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ആ പ്രിയപ്പെട്ട സഹോദരി ആദ്യം ഓടിപ്പോയത് ഈ മയ്യത്ത് കാണാനല്ല. ആദ്യം ഓടിപ്പോയത് പ്രിയപ്പെട്ട മൂത്ത മകന്റെ ചാരത്തേക്കാട് ചെന്നിട്ട് ചോദിച്ചു, മോനെ, പൊന്നുമകനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു പോയി, കുഞ്ഞുമോനെ എവിടെയാ നിന്റെ കൈ പിടിച്ചിട്ട് എന്റെ പൊന്നുമകനെ നോക്കണമെന്ന് പറഞ്ഞു വിട്ടിട്ട് എവിടെയാ എന്റെ കുഞ്ഞുമോനെവിടെ? അവൻ മരിച്ചെന്ന് പറയാൻ ഈ ഉമ്മാക്കൊന്ന് കഴിയൂല. അതുകൊണ്ട് എന്റെ കുഞ്ഞുമകനെ ഒന്ന് കൊണ്ടുതരുവോ പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ചിട്ട് ആ തള്ളയുടെ വിലാപമേ, ദുഃഖമേ, നൊമ്പരമേ ആ മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മൊത്തം കൊടുക്കുകയാ. അപ്പോഴാണ് ഒരു ഉസ്താദ് വിളിച്ചു പറഞ്ഞു, ഉമ്മാ, ഈ മയ്യത്ത് അധികം സമയം ഇവിടെ വെക്കാൻ പറ്റൂല, ഇതിനെ പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടുന്നതുണ്ട് എന്ന് പറയുമ്പോഴാണ് ആ ഉമ്മ കടന്നു വരികയാണ്. അല്ലാഹുവേ, ഭ്രാന്തിയെ പോലെ നൊമ്പരത്തോടെ, ദുഃഖത്തോടെ, ദുരിതത്തോടെ കടന്നു വരികയാ. അപ്പോഴാണ് മുഖത്തിന്റെ ഒരു ഭാഗം കാണിച്ചു കൊടുത്തു. മുഖത്തിന്റെ ഒരു ഭാഗം, ആ ഒരു ഭാഗം കണ്ടപ്പോ ഈ പെങ്ങള് പറഞ്ഞു, പറ്റൂല, എല്ലാ ബുധനാഴ്ചയും എന്റെ പൊന്നുമക്കള് വരുന്നതും കാത്തിരിക്കുന്നതും എന്തിനെന്നറിയോ? ആ പൊന്നുമക്കളെ വാരി പുണർന്നുകൊണ്ട് ഒരു ചുടുമുത്തം കൊടുക്കാനാ. അതുകൊണ്ട് ഇനി എനിക്ക് എന്റെ കുഞ്ഞുമകനിക്കൊരു മുത്തം കൊടുക്കാൻ പറ്റൂല, അവനോട് കഥ പറയാൻ പറ്റൂല, അവനോട് സംസാരിക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്റെ കുഞ്ഞുമകന്റെ മുഖമൊന്ന് നല്ല രീതിക്ക് എനിക്കൊന്ന് കാണിച്ചു തരുവോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമ്പോ അവസാനം നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ആ കുഞ്ഞുമകന്റെ മുഖത്തുനിന്ന് കുറച്ചുകൂടെ തുണിയെന്ന് മാറ്റുമ്പോഴാണ് യാ അല്ലാഹ്, സാധുവായ പൊന്നു പെങ്ങള് പറയാ, എന്തിനാണ് ഈ പൊന്നുമകന്റെ മയ്യത്ത് ഇവിടെ കൊണ്ടുവന്നത്? എന്തിനാണ് എന്റെ പൊന്നുമോന്റെ മയ്യത്ത് ഇവിടെ കൊണ്ടുവന്നത്? ഈ ഒരു കോലം കാണുവാനാണോ? ഈ മുറിഞ്ഞ് ചതഞ്ഞരഞ്ഞു പോയ ശരീരങ്ങൾ കാണിക്കാനാണോ എന്റെ മുമ്പിലേക്ക് നിങ്ങൾ എന്റെ പൊന്നുമകനെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ വിളിച്ചു പറയാ, വേണ്ട, ഇവിടെ ഇനി വെക്കണ്ട, കൊണ്ടുപോവുക, കുഞ്ഞുമകന്റെ മയ്യത്ത് കൊണ്ടുപോവുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമകന്റെ മയ്യത്ത് കൊടുത്തു വിടുകയാ. എല്ലാവരും അവിടെ നിന്ന് കടന്നു പോകുമ്പോ ഈ ഉമ്മ അതാ മൂത്ത മകനെ വിളിച്ചുകൊണ്ട് മുത്തം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മോനെ, കുഞ്ഞുമകനെ കവറിന്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുമ്പോ ഈ മുത്ത ഉമ്മ തന്നതാണെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞുമകന്റെ മുഖത്തേക്കൊന്ന് തടകണം മകനെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വേദനയോടെ, നൊമ്പരത്തോടെ ആ ഒരു ഉമ്മ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ സഹോദരങ്ങളെ, മയ്യത്ത് കൊണ്ട് കബറടക്കുകയാ. ആയിരക്കണക്കാന ആലിമീങ്ങളും ഉസ്താദുമാരും നിറഞ്ഞു നിൽക്കുന്ന മയ്യത്തിന്റെ സംസ്കരണമാണ്. അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്തു. വീട്ടിലേക്ക് നമ്മളൊക്കെ ഒരുമിച്ചാ കടന്നു പോകുന്നത്. അല്ലാ അല്ലാ, അതാ വീട്ടിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാ. മൂത്ത മകനെ കണ്ടപാടെ വാരി പുണർന്നുകൊണ്ട് കരഞ്ഞിട്ട് പറയുന്നു, പൊന്നുമകനെ, ഇന്ന് വ്യാഴാഴ്ച ദിവസമാണല്ലോ, ഇന്ന് വ്യാഴാഴ്ച ദിവസമാണല്ലോ. നിങ്ങൾ വരുമ്പോ ഈ ഉമ്മ മുത്തം തരാൻ കാത്തു നിൽക്കുന്നവളാണല്ലോ. ഇന്നെവിടെയാ കുഞ്ഞുമകനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പോവുകയാ. ദിവസങ്ങൾ കടന്നുപോയി. ആ സഹോദരിയുടെ ആങ്ങളെ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഒരു നൂലോതി തരണം, ഒന്ന് വെള്ളം മന്ത്രിച്ചു തരണം. ആ വീട്ടിന്റെ ഉള്ളില് സമാധാനമില്ല, ആ വീട്ടിന്റെ ഉള്ളില് വിഷമങ്ങളാണ്. അവിടെ നിന്ന് ചോറ് കഴിക്കാൻ എടുത്തു വെക്കുമ്പോ പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നു, അല്ലാ, എന്റെ കുഞ്ഞുമകൻ കഴിക്കാനില്ലല്ലോ, എന്റെ മകൻ ഭക്ഷണം കഴിക്കാനില്ലല്ലോ, എന്റെ മകൻ ഇവിടെ നിന്ന് എന്നെ വിട്ടുപോയല്ലോ. അതുമാത്രവുമല്ല, പാതിരാത്രിയായാൽ എന്റെ പ്രിയപ്പെട്ടവ, എന്റെ സഹോദരി ഓടി
വന്നുകൊണ്ട് വാതിൽ മുട്ടുകയാ. മുട്ടുമ്പോ ഞാൻ എഴുന്നേറ്റ് വരാറുണ്ട്. എന്നിട്ട് അവള് പറഞ്ഞു പോകുന്നൊരു മറുപടി ഏതെന്നറിയോ? അല്ലാഹുവേ, നീ വന്ന് എന്നോടൊപ്പം കടന്നു വരുവോ? എന്നോട് എന്റെ പെങ്ങൾ വന്നിട്ട് ചോദിക്കാൻ നീ ഒന്ന് എന്നോടൊപ്പം കടന്നു വരുവോ? ഞാൻ അവിടെ നിന്ന് ചോദിച്ചു പോയി, താത്ത എവിടത്തേക്ക് പോകുവാനാണ്? അവിടെ നിന്ന് പറഞ്ഞു, മോനെ, എന്റെ കുഞ്ഞുമോനെന്ന് ആരാരുമില്ലാതെ പച്ച മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലാണ് അവൻ കിടക്കുന്നത്. അവനിക്ക് രാത്രിയായാലും പേടിയാണ്. അവനെങ്ങനാ ഒറ്റക്കാ ഖബറിന്റെ ഉള്ളിലൊന്ന് കിടന്നു പോകുന്നത്? അതുകൊണ്ട് എന്റെ കുട്ടി പേടിക്കൂലേ? എന്റെ കുട്ടി കരയൂലേ? അവൻ നൊമ്പരപ്പെടൂലേ? അവൻ വിഷമിക്കൂലേ? അതുകൊണ്ട് ആ കുഞ്ഞുമകന്റെ ഖബറിന്റെ ചാരത്ത് വരെ നമുക്കൊന്ന് പോയിരിക്കാ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്ന ഒരു രംഗമാണെന്ന് വിളിച്ചു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന ആരോഗ്യം കൊണ്ട് ദുനിയാവിന്റെ പുറത്തൂടെ കടന്നു പോകുമ്പോ, പടച്ചവനെ ഓർക്കാതെ കടന്നു പോകുമ്പോ, അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത കോലത്തിലൂടെ കടന്നു പോകുമ്പോ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹമുള്ള ചെറുപ്പക്കാരാ, ഇല്ല മോനെ, നാളെ നേരം വെളുക്കുമ്പോ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം അവരുടെ കൈപിടിച്ചുകൊണ്ട് പുത്തനങ്ങാടി ടൗണിലൂടെ കടന്നു പോകാമെന്നുള്ള മോഹമുണ്ടോ? മാറ്റിവെക്കാറായി എന്റെ ചെറുപ്പക്കാരാ, മാറ്റിവെക്കാറായി. അല്ലാഹുവിന്റെ വിധിയൊന്ന് കടന്നു വന്നു പോയാൽ മാറി നിന്നേ പറ്റൂ പൊന്നുമോനെ. അതുകൊണ്ടാ ഹബീബായ റസൂലുള്ളാഹി തങ്ങള് സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, സ്വഹാബാ, ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ നിങ്ങളെ സൃഷ്ടിക്കാൻ പടച്ചവൻ മണ്ണെടുത്തു പോയ ആ പച്ച മണ്ണിന്റെ ഉള്ളില് നിങ്ങളെ കൊണ്ടുവെക്കുന്നതിന് മുമ്പ്, ആ മണ്ണ് നിങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ്, ആ മണ്ണ് നിങ്ങളോട് കഥ പറയുന്നതിന് മുമ്പ്, എന്റെ പ്രിയപ്പെട്ട സ്വഹാബാ, മരണമെന്നുള്ള പ്രതിബോധത്തെ പറ്റിയിട്ടും ഓർക്കണമെന്ന് വിളിച്ചു പറഞ്ഞെങ്കിലോ, ഇന്നിവിടെ കടന്നു വന്നു പോ എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കുകയാ, ഒരൊറ്റ വട്ടമെങ്കിലും ചിന്തിച്ചോ ചെറുപ്പക്കാരാ? ഒരു വട്ടമെങ്കിലും ഓർത്തോ ചെറുപ്പക്കാരാ? ഒരു വട്ടമെങ്കിലും മനസ്സുകൊണ്ടൊന്ന് ആലോചിച്ചോ ചെറുപ്പക്കാരാ? ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ ചൂടാറാതെ, ഇന്നിറങ്ങുന്ന സിനിമകൾ ചൂടാറാതെ കാണണമെന്ന് വാശി പിടിക്കുന്ന എന്റെ ചെറുപ്പക്കാര് മനസ്സുകൊണ്ട് കരുതുക. പടച്ചോനെ, ഒരുപാട് മഹാത്മ്യമുള്ള സന്തോഷമുള്ള മനസ്സുള്ള അല്ലാഹുവേ, ശുഹദാക്കൾ കിടന്നിറങ്ങുന്ന മണ്ണ്, ഈ മണ്ണിന്റെ പുറത്തുകൂടെ അഹങ്കരിക്കാൻ പറ്റൂല അല്ലാ. ഈ മണ്ണിന്റെ പുറത്തുകൂടെ പാശ്ചാത്യന്റെ പരിഷ്കാരങ്ങൾ മാത്രം കൊണ്ടുപോയിട്ട് ജീവിക്കാൻ പറ്റൂല അല്ലാ. ആ കിടന്നിറങ്ങുന്ന മഹാരഥന്മാരുടെ പൊരുത്തക്കേട് സമ്പാദിക്കാൻ പറ്റൂല അല്ലാ. ഈ ഒരു വഴിയൊന്ന് ചിന്തിക്കണോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? മനസ്സുകൊണ്ട് കരുതേണ്ടുന്നത്, അല്ലാഹുവേ, നാളെ ഞാനില്ല അല്ലാ, നാളെ ഞാനില്ല അല്ലാ, എന്റെ മക്കളില്ല അല്ലാ, എന്റെ സഹോദരങ്ങളില്ല അല്ലാ, എന്റെ കൂടപ്പിറപ്പുകളില്ല അല്ലാ. അതുകൊണ്ടാണ് ആദരവായ നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, റക്കബറി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മരണത്തെ പറ്റി ഓർക്കാൻ. അല്ലേ, നമ്മളൊക്കെ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ നമുക്ക് ആ ഒരു ചിന്തയില്ല, ആ ഒരു ഓർമ്മ തന്നെ നമുക്കില്ല. ഒരാളെ കൊണ്ടടക്കുമ്പോ, അല്ലെങ്കിൽ ഒരാളുടെ മയ്യത്തിന്റെ ചാരത്ത് പോകുമ്പോ, പടച്ചോനെ, നാളെ ഈ കണ്ട ആളുകളൊക്കെ എന്റെ മയ്യത്ത് അതിന്റെ ചാര വരുമല്ല അല്ലാ. ഈ ഒരു ഓർമ്മ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ നമ്മളിലില്ല, ആ ഒരു ചിന്തയില്ല. ഇങ്ങനെ കടന്നു പോവാൻ, നാളെ നിന്നെ കൊണ്ടുപോകൂലേ? പള്ളിക്കാട്ടിലാണോ നാളെ മണിയേറ, കനമേറിടുന്ന കല്ലതിൻ്റെ മേലേ, പൊള്ളിടുന്ന ചൂടു തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ മീതേ, വിളിക്കുന്ന പേരുമാഞ്ഞ് പോകുമേ, ഉടൻ മയ്യിത്തെന്ന നാമമായി തീരുമേ, വിളിക്കുന്ന പേരുമാഞ്ഞ് പോകുമേ, ഉടൻ മയ്യിത്തെന്ന നാമമായി തീരുമേ. അല്ലാഹുവേ, നമുക്ക് തന്ന പേര്
പേര് ഷമീർ ദാരിമി, അബ്ദുൽ അസീസ്, സുബൈർ ഫൈലി, എല്ലാ പേരുകളുമുണ്ട്. പക്ഷേ മരണത്തിന്റെ സമയമാവും. 10-41 കൊല്ലമായി നമ്മുടെ മഹലിന്റെ ഖാലി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉറക്കുന്നു പറയും, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മൾ പറഞ്ഞത് ഖാലി എന്നല്ല, മയ്യിത്ത് എന്നാണ്. മയ്യിത്ത് എന്നായ നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ എല്ലാ വിലപിടിപ്പുള്ളതും നശിച്ചു പോകുന്നല്ല. എല്ലാവരും എടുക്കും, ചിലതൊക്കെ ഉപയോഗിക്കും, ചിലതൊക്കെ എടുത്ത് കത്തിച്ചളയും. എല്ലാം അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടം വരും. പടച്ചവനെ, ഈ ഇരിക്കുന്ന എല്ലാവർക്കും നല്ല കോലത്തിൽ കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നീ നൽകണേ റഹ്മാനെ. അതുകൊണ്ട് ഒന്ന് മരണത്തെ പറ്റിയുള്ള ഓർമ്മയാണ്. ആ ഒരു ഓർമ്മ കഴിഞ്ഞാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു 2 ഖബറാണ്. അവിടെ ഒരുപാട് മരണം മാത്രം, ഒരുപാട് സ്വഹാബത്തിന്റെ കഥകൾ. ഇത് കേട്ടുകൊണ്ട് കടന്നുപോയിട്ട് വീട്ടിൽ എത്തുന്നതിന് മുമ്പ് മരിച്ചുപോയ സ്വഹാബത്തിന്റെ കഥയുണ്ട്. ആ സ്വഹാബിയെ പിന്നെ സ്വപ്നത്തിലൂടെ കണ്ടുപോയിട്ടുള്ള നല്ല വിശദമാക്കപ്പെട്ട ചരിത്രങ്ങളുണ്ട്. അങ്ങനത്തെ ഒരുപാട് കഥകൾ വിശദമാക്കിയിട്ട് പറയണ്ട. അതിലേക്കൊന്നും കടന്നു വന്നാൽ നമ്മുടെ വിഷയം എവിടത്തേക്ക് എത്തൂല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതുപോലെ കറക്റ്റ് 2 മണിക്കൂർ അതിന്റെ ഉള്ളിൽ നമ്മൾ നിർത്തും. അതിനപ്പുറത്തോട്ട് ആരെ എഴുതിയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കില്ല. അതുകൊണ്ട് ഓർക്കണം, അല്ലാ ഞാനില്ല, ഞാൻ അടുത്ത സെക്കൻഡിൽ ഖബറിലാണ്, അടുത്ത സെക്കൻഡിൽ ഞാൻ ഖബറിലാണ്. ആ ഒരു ചിന്തയാ നമുക്ക് വേണ്ടുന്നത്. എന്നാൽ ഈ നിൽക്കുന്ന എൻ്റെ ഒരുപാട് യുവാക്കൾ അവിടെ നിൽക്കുന്നുണ്ട്. അല്ലാഹുവേ, നിന്നുകൊണ്ട് വാള് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, പടച്ചറബ് അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. നിന്റെ ദീനിനോടുള്ള സ്നേഹവും ഇഷ്ടവും ഇഷ്കും അനുരാഗവും കൊണ്ടാണ് അവരിവിടെ നിൽക്കുന്നത്. പടച്ചറബ്ബേ, ഈ ഇരുന്നു കൊണ്ട് കേൾക്കുന്ന സഹോദരൻ എല്ലാവർക്കും ഈ ഒരു ഇരുത്തവും നൃത്തത്തിനും പകരം അല്ലാഹുവേ, നിന്റെ ജന്നാത്തിൽ ഫിർദൗസിലേക്കുള്ള വഴികൾ നീ ഒരുക്കി കൊടുക്കണേ റഹ്മാനെ. ഉറക്കുന്നു പറയാം, അതിലേക്കുള്ള വഴികൾ നീ ഒരുക്കി കൊടുക്കണേ റഹ്മാനെ. സന്തോഷത്തിന്റെ നാളുകൾ നീ ഒരുക്കി കൊടുക്കണേ റബ്ബേ. ഈ ഇരിക്കുന്ന ഒരാളെ ഈമാനില്ലാതെ മരിപ്പിക്കല്ലേ പടച്ചോനെ. ഈമാൻ കിട്ടി ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള അവസരം നീ കൊടുക്കണേ റഹ്മാനെ. അതുകൊണ്ട് എൻ്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ചിന്തിക്കാം, മനസ്സുകൊണ്ട് ചിന്തിക്കാം റബ്ബേ. ഓരോ യുവാവും ചിന്തിക്കാം, അടുത്ത സെക്കൻഡിൽ ഞാനില്ല. تؤميلو في الدنيا طويلا ولا تدري إذا جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير علتي وكم من مريض عاش دهرا إلى دهري تؤمل في الدنيا طويلا ولا تدري. കാലാകാലം ജീവിച്ചിരിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി, പ്രഭാതമായി കഴിഞ്ഞാൽ പ്രദോഷത്തിലേക്ക് എത്തുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി, ഒരു രോഗമില്ലാത്ത എത്രയോ ചെറുപ്പക്കാർ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടില്ലേ? അസുഖമൊന്നുമില്ല. വകം മിൻ മരീദിൻ ആശ ദഹറൻ ഇലാ ദഹരി, രോഗങ്ങളായി, വിഷമങ്ങളായി, വേദനകളായി, നൊമ്പരങ്ങളായി, കഷ്ടതകളും കഷ്ടപ്പാടുകളുമായി 6 കൊല്ലവും 7 കൊല്ലവും 16 കൊല്ലവും ഒരുപോലെ കട്ടിലിൽ കിടക്കുന്ന എത്ര ആളുകളാണ്. അവർക്കൊന്നും അല്ലാഹു തആല മരണം കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് മരണത്തിന് സമയമില്ല, മരണത്തിന് ഒരു പരിധിയില്ല. അള്ളാഹുവിന്റെ വിധി എപ്പോഴാണോ കടന്നു വരിക ആ സമയത്ത് പോയേ പറ്റുകയുള്ളൂ. അവിടെ നിന്ന് കടന്നു പോയാൽ പച്ചമണ്ണിൽ, ആ പച്ചമണ്ണ നമ്മളോട് പറയുന്നത്, ആ മണ്ണിലേക്കാ നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലോകത്തുനിന്ന് വിട പറയുകയാ. 6 അടി മണ്ണാകുന്ന ഖബറാ നമ്മുടെ വിഷയം. ആ ഖബറാണ് നമ്മളെ കൊണ്ടുവെക്കുന്ന ഖബറാ വിളിച്ചു പറഞ്ഞത്. ഒരു തവണ അല്ല ചെറുപ്പക്കാരാ, 2 തവണ അല്ല ചെറുപ്പക്കാരാ, 7 തവണ ഖബർ വിളിച്ചു പറയാണ്, യബ്ന ആദം, ആദമിന്റെ മക്കളെ, സന്തതികളെ, തഫിറു മിന്നി അലാ ളുഹരി ഫസൗഫ തുഹ്സബു ഫീ ബത്നി. ദുനിയാവിന്റെ പുറത്തുകൂടെ കളിച്ചു രമിച്ചു സുഖിച്ചുകൊണ്ട് കടന്നുകൂടുകയാ. പൊന്നുമോനെ, നാളെ എന്റെ
എന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ നിന്നെ ചോദ്യം ചോദിക്കുമെന്നുള്ള കാര്യം ഇന്നത്തെ ദിവസം ഈ പ്രദേശത്തേക്കൊന്ന് പ്രഭാഷണത്തിന് കടന്നു വന്ന സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആദമിന്റെ മക്കളോട് ഈ സെക്കൻഡിൽ നമ്മളോട് പറയുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും. ഇന്നത്തെ ദിവസം ഒരു വട്ടല്ല, ഇവിടെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, 7 തവണ വിളിച്ചു പറ നടന്നോ, ദുനിയാവിന്റെ പുറത്തുകൂടെ പോകോ, അടുത്ത സെക്കൻഡിൽ എന്റെ ഉള്ളിലാണ്. ആരായുന്നതിനെ പറ്റി എന്ന് ചിന്തിക്കുക. ബഹുമാനപ്പെട്ട റബീഅ ഇബ്നു ഖൈതം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ ഒരു ഖബർ കുഴിച്ചെടുക്കുകയാണ്. ആ ഖബറിന്റെ ഉള്ളിലേക്കും ഇറങ്ങി കിടക്കുകയാ. ഒരാൾ മരിച്ചു പോയാൽ എങ്ങനെയാണ് ആ ഖബറിന്റെ ഉള്ളിലേക്കും ഇറക്കി കിടത്തുന്നത്, അതുപോലെ ബഹുമാനപ്പെട്ട റബീഅ ഇബ്നു ഖൈതം റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ ഉള്ളിലേക്കും ഇറങ്ങി കിടന്നിട്ട് ഓതുകയാ, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ ഫഅസ്വദ്ദക വഅകും മിനസ്സാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. റബീഅ ഇബ്നു ഖൈതം റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ ഉള്ളിലേക്കും ഇറങ്ങി കിടക്കുകയാണ്. ആ ഖബറിൽ കിടന്നുകൊണ്ട് മനസ്സുകൊണ്ട് ഓതുകയാണ് ഈ ഒരു ആയത്ത്. എന്നിട്ട് ആ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയാ. എഴുന്നേറ്റ് വന്നുകൊണ്ട് ഖബറിന്റെ മുകളിൽ ഇരിക്കുകയാണ്. എന്നിട്ട് റബീഅ ഇബ്നു ഖൈതം റളിയല്ലാഹു അൻഹു ഉറക്കെ ഓതുകയാ, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ വഅസ്വദ്ദക വഅകും മിനസ്സാലിഹീൻ. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതുകയാണ്. എന്നിട്ട് ആ ഖബറിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയുകയാണ്, ഓ പ്രിയപ്പെട്ട റബീഅേ, ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോവുകയാ, ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു കൂടുകയാണ്. നിനക്ക് സന്തോഷമുണ്ടല്ലോ, നിനക്ക് ആനന്ദമുണ്ടല്ലോ, നിനക്ക് ആഹ്ലാദമുണ്ടല്ലോ, നിനക്ക് ആവേശമുണ്ടല്ലോ. പ്രിയപ്പെട്ട റബീഅേ, ഇന്ന് നീ മരിച്ചിട്ടില്ല, ഇന്ന് നീ ഖബറിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഖബറിന്റെ മുകളിലേക്കൊന്ന് കയറിയിരിക്കുകയാ. അതുകൊണ്ട് നിസ്കരിച്ചോ, അതുകൊണ്ട് നോമ്പെടുത്തോ, അതുകൊണ്ട് സദഖ ചെയ്തോ, അതുകൊണ്ട് സകാത്ത് കൊടുത്തോ. ഇതുപോലെയുള്ള അല്ലാഹുവിന്റെ ദീനീ കലാലയങ്ങളിലേക്ക് നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ കൊടുക്കുന്നത് പോലെ നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ കൊടുത്തു വെക്കോ. അല്ലാഹ് ആ ഒരു വഴിയിലൂടെ കടന്നു പോയാൽ സന്തോഷമാണ്, ആനന്ദമാണെന്ന് പറഞ്ഞു പോയത് ബഹുമാനപ്പെട്ട റബീഅ ഇബ്നു ഖൈതം റളിയല്ലാഹു അൻഹു. എത്ര ആളുകളുടെ ഖബറടക്കാനാ കടന്നു പോയത്, എത്ര ആളുകളുടെ മയ്യത്ത് കൊണ്ടാ കടന്നു പോയത്. ആ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് കളി പറഞ്ഞു പോയ ചെറുപ്പക്കാരാ, തമാശ പറഞ്ഞു പോയ ചെറുപ്പക്കാരാ, നാളെ ഞാനാണോ നീയാണോ എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഏത് സമയത്തും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മണ്ണിനെ പറ്റി ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് പിരിയുമ്പോ നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടായിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിരിഞ്ഞപ്പോൾ കരഞ്ഞ് നമ്മൾ ദുആ ചെയ്തിരുന്നു. ഈ പ്രാവശ്യം നമ്മളിവിടെ പിരിയുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടായിരിക്കണം ഈ സദസ്സ് ഇവിടെ നിന്ന് പിരിയാനുള്ളത്. അല്ലാഹു ഇവിടെ കടന്നു വന്ന മുഴുവൻ സഹോദരങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. അതുകൊണ്ട് നമ്മുടെ ഖബറിടത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ പരിപാടി ആദ്യത്തെ ദിവസമാണ്. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ എൻ്റെ പ്രിയപ്പെട്ട സംഘാടകരൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ബക്കറ്റായിട്ട് കടന്നു വരും. ആ ഒരു ബക്കറ്റുമായി കടന്നു വരുമ്പോൾ നമുക്ക് നല്ല മരണം കിട്ടണം. 6 അടി മണ്ണാകുന്ന ഖബർ സ്വർഗ്ഗാകണം. ആ ഒരു ചിന്തയോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ബക്കറ്റ് ഇൻഷാ അല്ലാഹ് ഒരു സംഖ്യ നിങ്ങൾ നിക്ഷേപിക്കുക. അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. എൻ്റെ ഇരിക്കുന്ന ആണുങ്ങളൊക്കെ നിങ്ങളെ ആരെയും ഉപദ്രവിക്കാനും ബുദ്ധിമുട്ടിപ്പിക്കാനല്ല. നിങ്ങൾ വന്നിട്ട് കുറേ നേരം അയക്കണം. കിട്ടിയ അവസരം എന്ന് പറഞ്ഞിട്ട് മുങ്ങരുത്. എല്ലാവരും എഴുന്നേക്കണം. ഉമ്മമാർ എഴുന്നേക്കണ്ട, ആണുങ്ങൾ മാത്രം ഒരു സെക്കൻഡ് എഴുന്നേറ്റ് എല്ലാവരും ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേക്ക്. നിങ്ങൾ എന്നെ ഒരുപാട് വയസ്സുള്ള ഉപ്പമാരുണ്ട്, ഒന്നും കരുതണ്ട. ഒരു 3 സ്വലാത്ത് മദീനയിലേക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി
വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. അല്ലാഹുവേ, ഈ സ്വലാത്ത് ചൊല്ലി മുഴുവൻ സഹോദരങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഉറക്കം ആമീൻ പറഞ്ഞേ. അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു 1 മണിക്കൂർ സമയം നമ്മിൽ നിന്ന് സലാം പറഞ്ഞ് പിരിഞ്ഞു. ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്കുള്ളൂ. റബ്ബേ, ആ സമയം വരിയിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും ആ നിന്നുകൊണ്ടൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഉപ്പമാർ, മുതഅല്ലിമുകൾ, അല്ലാഹ് ഇതിനൊക്കെ പകരം നിന്റെ സ്വർഗ്ഗം നീ കൊടുക്കണേ റഹ്മാനെ. നമ്മൾ ഈ ഒരു ചെറിയ സംഖ്യയായാലും നമ്മൾ ഈ ഒരു ബക്കറ്റിലേക്ക് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ പടച്ച റബ്ബേ, ഞങ്ങളുടെ ഖബർ സന്തോഷത്തോടു കൂടി കടന്നു പോയിട്ട് അവിടെ കിടക്കാൻ ഖിയാമത്ത് നാൾ വരെ രസിപ്പിക്കുന്ന മാലാഖമാരെ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അവർ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതുപോലെ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ ഇവിടെ ഞാൻ ഒന്നും ചോദിക്കാതെ തന്നെ, ചോദിക്കാത്ത രീതിയിൽ ഇവിടെ ഒരുപാട് സഹോദരിമാർ അവരുടെ കൈകളിലുള്ളത്, കാതുകളിലൊക്കെ ഉള്ളത് ഈ സദസ്സിലേക്ക് അന്ന് കൊടുത്തു വിട്ടിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പിരിവൻ ആരംഭിച്ചതിലേക്ക് ഇത് പറഞ്ഞിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വിഷയം പറയും. നിങ്ങൾ അങ്ങനൊന്നും പേടിക്കേണ്ട, വിഷയം പറഞ്ഞിട്ട് പിരിക്കുള്ളൂ, അങ്ങനെയുള്ള പിരിവൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ അന്ന് ചെയ്ത സംഭാവനയും ഹദിയകളുമാണ് നമ്മുടെ അവിടെ നിന്ന് വളർന്നിരിക്കുന്ന ഒരു സ്ഥാപനം. അറിയാലോ, നിങ്ങളുടെ നാട്ടുകാരെ നീയിരിക്കുന്ന ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ വരും. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെറിയതായാലും കുഴപ്പമില്ല, 10,000 6,000 എന്തെങ്കിലും ഒരു സ്വർണത്തിന്റെ പൊട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കൊടുത്തു വിട്ടതുപോലെ ഇനി ആ സ്ഥാപനത്തിന് കുറച്ച് പണിയും കൂടെ ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചെയ്താൽ വലിയ ഉപകാരമാണ്. അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആ ഖബറിനെ പറ്റി ഓർക്കുക, അതിനെപ്പറ്റി ചിന്തിക്കാം. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോയത് എൻ്റെ പ്രിയമുള്ള സഹോദര, എല്ലാവരും അവിടെ നിന്ന് നമ്മുടെ മയ്യത്ത് കാണാൻ കടന്നു വരുമ്പോ ഷമീർ ദാരിമിയാണ് ലോകത്തോട് വിള പറഞ്ഞു പോയതെങ്കിലോ സുബൈർ ഫൈദി ഉസ്താദിനെ പോലുള്ളവര് കടന്നു വന്നിട്ട് എൻ്റെ മയ്യത്ത് പൊതിയുമ്പോ ഞാൻ അവരോട് പറഞ്ഞു പോവുകയാ, നിങ്ങൾ എൻ്റെ മയ്യത്ത് പൊതിഞ്ഞോ, നാളെ നിങ്ങളുടെ മയ്യത്തും ഇതുപോലെ പൊതിയുമെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണേ. അതുപോലെ ചുറ്റുഭാഗത്ത് മയ്യത്ത് കാണാൻ, എന്നെ കാണാൻ കടന്നു വന്നു പോയ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഈ പുത്തനങ്ങാടിയിലേക്ക് ഉസ്താദ് എപ്പോഴാണ് കടന്നു വരിക എന്ന് ചോദിച്ചിട്ട് കടന്നു വന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, യുവാക്കളുണ്ട്. അല്ലാഹുവേ, ഇരുചക്ര വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവരാണ് എൻ്റെ ചെറുപ്പക്കാരുപ്പമാർ. അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാ, വിഷമത്തിലും നൊമ്പരത്തിലും ദുഃഖത്തിലും പെടുത്തല്ലേ അല്ലാ. സഹോദരങ്ങളെ, മയ്യത്ത് കൊതിഞ്ഞുകൊണ്ട് പോവുകയാ. അപ്പോഴാ എല്ലാവരും കൂടി നിന്നുകൊണ്ട് കബറടക്കുന്നു. ആ പച്ചമണ്ണാകുന്ന കബറിന്റെ ഉള്ളിലേക്കും നെടുകയാണ്. അവിടെ എല്ലാവരും പിരിഞ്ഞു പോവുകയാ. ആ ഒരു ചിന്ത നമ്മൾ മറക്കണ്ട, ആ ഒരു ചിന്ത നമ്മൾ മറക്കണ്ട. അതുകൊണ്ടാണ് ഇന്ന് ആ കബറിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇന്നും നമ്മളോട് വിളിച്ചു പറഞ്ഞത്, ദുനിയാവിന്റെ പുറത്തോടെ ചിരിച്ച് കളിച്ച് രമിച്ചുകൊണ്ട് കടന്നു പോക്കോ, നാളെ എന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വരുമ്പോ നിന്നെ ചോദ്യം ചെയ്യാൻ പോവുകയാ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, തംശീഫിൽ ജമാഅത്തി അലാ ലഹരി വസൗഫ തഖഉ വഹീദാ ഫീ ബത്നി. ദുനിയാവിന്റെ പുറത്തുകൂടെ, ഈ പച്ചമണ്ണാകുന്ന ഭൂമിയുടെ പുറത്തുകൂടെ കൂട്ടം കൂട്ടമായി നിങ്ങൾ കടന്നു കൂടുകയാ. പ്രഭാഷണത്തിന്റെ സദസ്സിലേക്ക് നിങ്ങളൊന്ന് കടന്നു വന്നപ്പോ നിങ്ങളുടെ ബാപ്പയോടൊപ്പം, ഉമ്മയോടൊപ്പം, സഹോദരങ്ങളോടൊപ്പം, കൂടപ്പുറപ്പുകളോടൊപ്പം നിങ്ങളൊന്ന് കടന്നു വന്നിട്ടില്ലേ? എത്രയോ കൂട്ടമായ കടന്നു വന്നത്. ഒരു വെളിച്ചത്തിന് വേണ്ടി ലൈറ്റ് കയ്യിൽ പിടിച്ചിട്ടാ നിങ്ങൾ കടന്നു വന്നത്. എന്നാൽ വസൗഫ തഖഉ വഹീദ ഫീ ബത്നി, എന്റെ
എന്റെ ഉള്ളിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോ ബാപ്പയില്ല, ഉമ്മ, നിങ്ങളുടെ ഭർത്താവില്ല, സഹോദരങ്ങളില്ല, കൂടപ്പിറപ്പുകളില്ല, ഒരാൾ പോലുമില്ലാതെ ഒറ്റക്കാണ് കടന്നു വരുന്നത്. എന്റെ ചെറുപ്പക്കാരാ, സ്നേഹത്തോടെയാ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ തിയേറ്ററുകളെ ഉള്ളിലേക്ക് നിങ്ങളെ വിളിച്ചു കൊണ്ടുപോയ നിന്റെ കൂട്ടുകാരൻ നിന്നോട് കടന്നു വരില്ല. നീ ചെയ്ത സൽക്കർമ്മങ്ങളല്ലാതെ, നിന്റെ അമാലുകളല്ലാതെ ഒന്നും നിന്നോടൊപ്പം കടന്നു വരില്ല. നിന്നെ വൃത്തികേടിലേക്ക് നിന്നെ ക്ഷണിച്ച, നിന്നെ വിളിച്ച, നിന്നെ കൊണ്ടുപോയ ഒരു യുവാവും കടന്നു വരില്ല. അല്ലാഹുവേ, ഫസൗഫ തഖഅ വഹീദൻ ഫീ ബത്നി, ഒറ്റക്കാണ് കടന്നു വരുന്നത്. തൽഹഖു അലാ ലഹ്രി, ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ നീ ഒരുപാട് ചിരിക്കുകയാണ്. ഇന്ന് പ്രഭാഷണങ്ങളിൽ കടന്നു വരുമ്പോ നമ്മൾ പലരും പറയും, ഉസ്താദേ രണ്ട് തമാശകൾ പറയണം. ചെറുപ്പക്കാരാ, തമാശ വേണ്ടാന്ന് പറയുന്നില്ല. എന്നാൽ ഇന്നും നമ്മളോട് നമ്മളെ കൊണ്ടടക്കുന്ന പച്ചമണ്ണ് വിളിച്ചു പറഞ്ഞത്, മോനെ, ദുനിയാവിന്റെ പുറത്ത് നീ ചിരിച്ചു രമിക്കുകയാണ്. ഫസൗഫ തബ്കി ഫീ ബത്നി, എന്റെ ഉള്ളിൽ നീ കരയും. അള്ളാഹു നമ്മളവിടെ ചിരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. രസിപ്പിക്കുന്ന, നേരം പോക്കാക്കുന്ന മാലാഖമാര് ആ ഖബറിൽ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. അവിടെ ഒരു മനുഷ്യൻ, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് വിഭാഗം ആളുകൾക്ക് 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിൽ ചിരിക്കാമെന്നാണ്. അവരെ മലക്കുകൾ വന്നുകൊണ്ട് അവരെ ചിരിപ്പിക്കുമെന്നാണ്. ഞാൻ ഒരുപാട് തവണ മാതാപിതാക്കളെ പറ്റി ഒരുപാട് പ്രാവശ്യം, നമ്മുടെ സ്കൈസാറിൽ പ്രിയപ്പെട്ട കൂട്ടുകാരനൊക്കെ ഉണ്ട്, അവനൊക്കെ ഒരുപാട് മാതാപിതാക്കളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ എടുത്തതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും അധികം കടന്നു പോകണില്ല. പറയാത്ത 2 കാര്യങ്ങളാ പറയാ. എന്നാലും നമ്മുടെ വിഷയം എന്ന് പറഞ്ഞപ്പോ, ഒന്ന്, ഉമ്മാക്ക് സന്തോഷത്തോടു കൂടി മുത്തം കൊടുത്ത മകനും, അത് മുത്തം കൊടുത്തെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്തൊരു മടി, മുഹമ്മദ് മുസ്തഫ, ഒന്നും കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാക്ക് മുത്തം കൊടുത്തെന്ന് പറഞ്ഞത് ഉമ്മാന്റെ പൊരുത്തം പേടിക്കാനാണ്. പറഞ്ഞതല്ല പറയാത്ത പറയാ, നിങ്ങൾ അങ്ങനെ പേടിക്കണ്ട കേട്ടോ. അവിടെ നിന്ന് പറഞ്ഞു അവരുടെ പൊരുത്തമാണ്. അതോടുകൂടി 6 അടി മണ്ണിൽ വന്നാൽ, അല്ല, അതിനു മുമ്പിട്ട് നിന്റെ മയ്യത്ത് മലക്കുകൾ വന്നിട്ട് കുളിപ്പിക്കും. അവർ തന്നെ നിന്നെ പൊതിയും, അവർ തന്നെ നിന്നെ കൊണ്ടുവരും. ഈ സദസ്സിൽ എത്ര ഉമ്മമാരുണ്ട്, അവരുടെ പൊരുത്തം നമ്മൾ വേടിക്കാൻ നമ്മൾ ഒരുങ്ങണം. എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. ഇവിടെ മാതാപിതാക്കളെ പറ്റി ഇവിടെ ചർച്ച ഉള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ അധികം അങ്ങോട്ട് കടന്നു പോകുന്നില്ല. എന്നാലും പറഞ്ഞത് കൊണ്ട് ചെറിയൊരു സംഭവം മാത്രം പറയാൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അവരോട് സ്നേഹം ഉണ്ടാവുക, സന്തോഷമുണ്ടാവുക. ഒന്ന്, അവരെ ചിരിപ്പിച്ചവർ, ഉമ്മയെ ബാപ്പയെ വീട്ടിന്റെ ഉള്ളിൽ മരിക്കുന്ന സമയം വരെ ചിരിപ്പിച്ച മക്കൾ, അവർക്ക് നാളെ 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിൽ ചിരിക്കാമെന്ന്, അവിടെ ചിരിക്കാമെന്നാണ്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റഹിമഹുല്ലാഹ് ആ ഖബറിന്റെ ഉള്ളിലേക്ക്, ആ ഖബറിന്റെ ചാരത്തേക്ക് റസൂലുള്ളയോടൊപ്പം കടന്നു പോയപ്പോൾ റസൂലുള്ള പറഞ്ഞത്, ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നു. പക്ഷേ എന്താണെന്നറിയില്ല ചെയ്തിട്ടുള്ള കുറ്റം. ചെന്നിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് വാ, ഈ ഇവിടെ ഖബറടക്കിയ ഖബർവാസികൾ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാൻ, ഖബർവാസികളെ മുഴുവനും വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. എല്ലാവരെയും വിളിച്ചിട്ട് വന്നു. ഈ ഖബറിന്റെ ചാരം മാത്രം ആരും വന്നിട്ടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു, പൊട്ടി കരഞ്ഞു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് വടിയുമിടിച്ചുകൊണ്ട് കടന്നു വരുന്ന ആ പ്രിയപ്പെട്ട ഉമ്മയെ കണ്ടപാട് ഹബീബ് അവിടെ നിന്ന് ചോദിച്ചു പോയി, പ്രിയപ്പെട്ട ഉമ്മ, എന്തേ നിങ്ങൾ വരാൻ താമസിച്ചത്? ഈ ഖബറുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ? ഇതെന്റെ മകന്റെ ഖബറാണ്. ഇവൻ എന്നെ അടിച്ചവനാണ്, ഇവൻ എന്നെ ആട്ടി ഓടിച്ചവനാണ്. അതുകൊണ്ട് ഇവന്റെ ഖബർ പ്രയാസമാണെന്നറിയാ. ഇവന് പൊരുത്തപ്പെട്ടു കൊടുക്കൂല നബിയേ.
അള്ളാന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി ഉറക്കെ പറയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നാളെ അവിടെ ഞാൻ ശഫാഅത്ത് ചെയ്യാം, നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ കൈ പിടിച്ചിട്ട് ഞാൻ സ്വർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം, ഈ മകനിക്കൊന്ന് പൊരുത്തപ്പെട്ട് കുടിക്കിൻ. അവസാനം പറഞ്ഞു വിധങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കാതൊന്ന് വെച്ച് നോക്കിൻ. അപ്പൊ പറഞ്ഞു, ഉമ്മ വേദനിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്, നൊമ്പരപ്പെടുന്നുണ്ട്, സഹിക്കാൻ കഴിയണില്ല, നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ടു തരണം എന്ന് പറഞ്ഞിട്ട്, നിസ്കാരം ഇല്ലാത്തോണ്ടല്ല, നോമ്പില്ലാത്തോണ്ടല്ല, സ്വതക്ക ഇല്ലാത്തോണ്ടല്ല, സക്കാത്ത് ഇല്ലാത്തോണ്ടല്ല, ഒരുപാട് അഅ്മാലുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, നിസ്സാര ഉമ്മാന്റെ പൊരുത്തില്ലാത്തതിന്റെ പേരിൽ ഖബർ അദാബായിട്ട് മാറിയെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കവിടെ ചിരിക്കാൻ കഴിയില്ല അവരെ വേദനിപ്പിച്ചാൽ. ഖബർ ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിന്റെ പടുകുഴിയിലാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരോട് ഞാൻ പറഞ്ഞു പോവുകയാ, ഉമ്മക്കും ബാപ്പക്കും എത്ര സേവനം ചെയ്തോ ആ സേവനത്തിന്റെ പാരമ്പര്യത്തിന്റെ പൈതൃകമായിട്ട് എന്റെ ചെറുപ്പക്കാരാ ഖബറിന്റെ ഉള്ള സന്തോഷമാണ്. ഞാൻ ചെറിയൊരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് നിർത്തുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ ചാരയിരിക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ ചാരത്തിരിക്കുമ്പോ അതാ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ഖാല റജുലുൻ, ആ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് പറയുന്നു, യാ അമീറൽ മുഅ്മിനീൻ, ഒരു കാര്യം പറയാൻ കടന്നു വന്നതാണ്, ഒരു സങ്കടം പറയാൻ കടന്നു വന്നതാണ്. എനിക്ക് വയസ്സായ ഒരു ഉമ്മയുണ്ട്, എനിക്ക് വയസ്സായ ഒരു ഉമ്മയുണ്ട്, അവർ വല്ലാതെ വയസ്സായി പോയവരാ, അവർ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ്, കൈകുത്തിയിട്ടാണ് അവർ എഴുന്നേറ്റ് വരുന്നത്. അത്രത്തോളം നൊമ്പരത്തോടെ, വിഷമത്തോടെ, ബുദ്ധിമുട്ടോടെ കഴിഞ്ഞുകൂടുന്നവരാണ്. അതുമാത്രവുമല്ല, മലമൂത്ര വിസർജനത്തിന് വേണ്ടി എന്റെ ഉമ്മ അവിടെ മെല്ലെ ഒന്ന് കൈകൊത്തുമ്പോ ഞാൻ ഓടിപ്പോകാറുണ്ട്. എന്റെ ഉമ്മാന്റെ സമക്ഷത്തിലേക്ക് ഞാനൊന്ന് ഓടിപ്പോയിട്ട് എന്റെ ഉമ്മാക്ക് മലമെടുക്കാൻ എന്റെ കൈകൾ ഞാൻ വിരിച്ചു കൊടുക്കാറുണ്ട്. എന്റെ ഉമ്മ എന്റെ കൈകളിലാണ് മലമൂത്ര വിസർജനം ചെയ്യുന്നത്. അതുമാത്രവുമല്ല, എന്റെ ഉമ്മാനെ ഞാൻ തോളിലേക്ക് എടുക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മാനെ ഞാൻ തോളിൽ എടുക്കുമ്പോ എന്റെ ഉമ്മ എന്റെ മുതുകത്ത് വിസർജിക്കാറുണ്ട്. എന്റെ മാറിടത്തിലൂടെ മലമൂത്ര വിസർജനം ഒലിച്ചു വരാറുണ്ട്. യാ അമീറുൽ മുഅ്മിനീൻ, എന്റെ ഉമ്മയോടുള്ള കടപ്പാട് വീട്ടിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും അടുത്ത തോഴൻ പറഞ്ഞില്ല, ഒരിക്കലുമില്ല. നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി സഹിച്ച വേദന അതിന് പകരം വെക്കാനായിട്ടില്ല. ഞാൻ ചുരുക്കുകയാണ്, അത് ഇവിടത്തെ വിഷയമുള്ളത് കൊണ്ട് അവസാനിപ്പിക്കുകയാ. അതുകൊണ്ട് ഉമ്മാനെ ചിരിപ്പിച്ച മക്കളാരോ, ബാപ്പയെ ചിരിപ്പിച്ചു പോയ മക്കളാരോ, അവർ കാരടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിൽ സന്തോഷിപ്പിക്കാമെന്ന് നബിയുനാ, സന്തോഷിക്കാമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രണ്ട് സ്വഹാബത്തിനെയും കൂട്ടിയിട്ട് കടന്നു പോവുകയാ. ഒരു ഖബറിന്റെ ചാരത്ത് പോയിട്ട് ഹബീബ് അവിടെ നിന്ന് നിൽക്കുകയാ. റസൂലുള്ളാഹി തങ്ങൾ പുഞ്ചിരിക്കുകയാ. പ്രിയപ്പെട്ട സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, എന്തിനാണ് അവിടെ നിങ്ങനെ ചിരിക്കുന്നത്? നമ്മളെ തമാശ പറഞ്ഞില്ലല്ലോ നബിയേ, ഞങ്ങളും ഒന്നും തന്നെ പറഞ്ഞു പോയിട്ടില്ല, പിന്നെ എന്തേ അവിടെ നിന്ന് ചിരിക്കാൻ കാരണം നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഈ ഖബറിന്റെ ഉള്ളില് നമ്മൾ അതാ കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂ, നമ്മളൊക്കെ കൊണ്ട് ചെന്ന് ഖബറടക്കിയ ഒരു മനുഷ്യൻ ചിരിക്കുകയാ. ഈ ഖബറിന്റെ ഉള്ളിൽ ചിരിക്കുകയാണ്. എന്തോ ഒരു ചിരിയാണ്, ചിരിപ്പിക്കാൻ ആളുകളുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് ആ ഖബറിടത്തിലേക്കൊന്ന് കടന്നു വന്നിട്ട് നേരം പോക്കാക്കുന്ന തമാശകൾ പറയുകയാ. അപ്പോഴാ ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്,
ഈ ഖബറിന്റെ ഉള്ളില് ഇവരിങ്ങനെ ചിരിക്കാൻ കാരണം എന്താണ് നബിയേ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ പഠിക്കുക, എന്റെ ശബ്ദം ശ്രവിക്കുന്ന കൊച്ചുമക്കളെ പഠിക്കുക. സുബ്ഹാനല്ലാഹ്, അവിടന്നതാ പറയുന്ന മറുപടിയാ, ഇവനവന്റെ ഉമ്മാനെ ചിരിപ്പിച്ചവനാണ്. ഇവനെ കാരണം ഇവന്റെ ഉമ്മ കരഞ്ഞിട്ടില്ല. ഒരു ദിവസം ഉമ്മാന്റെ മുഖമൊന്ന് ചുമന്നപ്പോ ഓടി എന്റെ സമക്ഷത്തിലേക്ക് വന്നതാണ്. എന്റെ ഉമ്മ എന്നോട് പിണങ്ങിയോ, എനിക്ക് വേദനയുണ്ട് നബിയേ, എനിക്ക് പ്രയാസമുണ്ട് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് നൊമ്പരത്തോടെ വന്ന മനുഷ്യനാണ്. ആ ചെറുപ്പക്കാരെ ഉമ്മാനെ ചിരിപ്പിക്കാൻ കാത്തു നിന്നവനാണ്. ഉമ്മാന്റെ കൈ വേദനിക്കുമ്പോ, ഉമ്മാന്റെ കാല് വേദനിക്കുമ്പോ അവനവിടെ നിന്ന് തമാശ പറഞ്ഞിട്ട് ഉമ്മാന്റെ വേദന മാറ്റിയവനാണ്. അതുകൊണ്ട് അവന്റെ ഖബറില് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ചിരിപ്പിക്കുകയാ. നമുക്കും പറ്റും, ഇരിക്കണ ഓരോ മക്കൾക്കും പറ്റും. ഇവിടെ വയസ്സ് പ്രശ്നമില്ല. സ്വന്തം ഉമ്മായോട് ബാപ്പയോട് അവരെ ചിരിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞാൽ അവന്റെ ഖബർ ചിരിപ്പിക്കുന്ന ഒരു ഖബറാക്കി മാറ്റും. ഏതുവരെ? ഖിയാമത്ത് നാൾ വരെ. അല്ലാഹുവേ, നമ്മളിൽ നിന്ന് ഒരുപാട് സഹോദരങ്ങൾ ഇവിടെ പറഞ്ഞു റബ്ബേ, അവരുടെയൊക്കെ ഖബറിടങ്ങൾ അങ്ങനെ ആക്കി കൊടുക്കണേ റബ്ബേ. പറഞ്ഞ അല്ല അങ്ങനെ ആക്കി കൊടുക്കണേ റഹ്മാനെ. അല്ല ഈ ഇരുന്ന് കൊണ്ട് ആമീൻ പറയുന്ന, അല്ല എഴുന്നേറ്റ് പോകാതെ നല്ല മനസ്സോടെ ഇരിക്കുന്നവരാ റബ്ബെ. കഴിഞ്ഞ കൊല്ലം ഇപ്പോഴൊക്കെ പടച്ച റബ്ബെ നല്ല നാട്ടുകാരാൻ റബ്ബെ, അർഹമായ പ്രതിഫലം നീ ചൊരിഞ്ഞു കൊടുക്കണേ റഹ്മാനെ. അതുകൊണ്ട് അവർക്ക് സന്തോഷം കൊണ്ട് പങ്കിടുന്നവരാവുക. രണ്ട്, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുന്നവരാവുക. ഈ രണ്ട് കാര്യം ഒരു മകനിക്ക അല്ലെങ്കിൽ ആർക്കുണ്ടോ അവനിക്കാരുടെ മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിൽ സന്തോഷിക്കാമെന്നാണ്. അള്ളാഹു ഈ രണ്ട് വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. വിശദീകരിക്കുന്നില്ല, രണ്ട് വിഭാഗത്തിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ചിരിച്ച് കളിച്ചുകൊണ്ട് നീ കടന്നോ. പക്ഷെ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് ഉമ്മാനെ ചിരിപ്പിച്ചാൽ നിനക്ക് നാളെ അവിടെയും ചിരിക്കാം. അതല്ലാതെ ഇവിടെ വെറും തമാശയും വെറും കോമഡിയുമായി വാള് പറഞ്ഞാൽ പോലും കോമഡി ഇല്ലെങ്കിൽ വാളാവൂല എന്ന് പറയുന്ന ഒരു ചിന്ത വിട്ടിട്ട് സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നു പോയാൽ ഇവിടെ നീ വല്ലാണ്ട് നീ ചിരിക്കണ്ട. നാളെ എന്റെ ഉള്ളിലേക്ക് നീ കടന്നു വരും. പച്ച മണ്ണാ പറയുന്നത്, നമ്മളെ കൊണ്ടുവെക്കുന്ന മണ്ണ് പറയാൻ നാളെ നീ എന്റെ ഉള്ളിലേക്ക് വരും. അപ്പൊ നീ കരയേണ്ടെന്ന് വരും. അള്ളാഹു നമ്മളെ മുഴുവനും കാത്തുരക്ഷിക്കട്ടെ. ഉറക്കെ പറഞ്ഞോളി, അള്ളാഹു നമ്മളെ മുഴുവനും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ മുഴുവനും കാത്തുരക്ഷിക്കട്ടെ. പിന്നീട് അവിടെ എന്താ പറഞ്ഞു പോകുന്നത്? ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നല്ല നല്ല ഭക്ഷണങ്ങൾ നീ കഴിക്കുകയാ. കഴിച്ചുകൊണ്ട് നിന്റെ തടിയൊക്കെ നീ മെച്ചപ്പെടുത്തുകയാ. സൗന്ദര്യമൊന്ന് അല്പമൊന്ന് കുറഞ്ഞു പോയാൽ അത് മെച്ചപ്പെടുത്താൻ എന്തൊക്കെയാണോ ദുനിയാവിലുള്ളത് അതൊക്കെ വാങ്ങിക്കൂട്ടുന്ന ഉമ്മ. കഴിഞ്ഞു മോളെ, ഇന്നത്തെ രാത്രിയാണോ പൊന്നു പെങ്ങളെ മരിച്ചു പോകുന്നത്? എല്ലാം കഴിഞ്ഞു പോകുന്നതാണ്. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം 2. സുബ്ഹാനല്ലാഹ്, ആ ഖബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവെക്കുകയാണ്. പൊന്നു മോനെ, നീ തടിച്ചോ, നീ നല്ല ശരീരങ്ങൾ വെച്ചോ, നല്ല ഭക്ഷണങ്ങൾ കഴിച്ചോ, എന്റെ ഉള്ളിലേക്ക് നിന്നെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നീട് നിന്നെ തിന്നുന്നത് പുഴുക്കളാണ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ചിതലും പുഴുക്കളും തവളം പെരുത്തുള്ളതിൽ സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നതിൽ.
അല്ലാഹുവേ ഖബറാകുന്ന വീട്, ആ വീട്ടിന്റെ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുവെക്കുകയാ. ഇന്നലെ വരെ പ്രവിശാലമായി കിടന്നിരുന്ന പ്രൈവസി റൂമിന്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും ചേർന്നിട്ട് നമ്മളെ കൊണ്ടുവെക്കുന്നത് പടച്ചോനെ പച്ച മണ്ണിന്റെ ഉള്ളിന്റെ ഉള്ളറകളിലാ. ഈ രാത്രിയിൽ ഇരുന്ന് കൊണ്ടെന്ന് ചിന്തിക്കുക, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുക, അല്ലാ ഈ സദസ് ഞാൻ വിട്ടിവിടം പിരിഞ്ഞു പോയാൽ ഇവിടെ എത്രയോ പ്രവിശാലമുണ്ട് റബ്ബേ, എന്റെ വീടിന്റെ ഉള്ള എത്രയോ വിശാലമുണ്ട് റബ്ബേ. പക്ഷേ പച്ചമണ്ണാകുന്ന ഖബറ്, ആ ഖബറിന്റെ ഉള്ളിൽ ഒന്ന് എഴുതാൻ പറ്റൂല, ഒന്ന് തിരിയാൻ പറ്റൂല, ഒന്ന് എഴുന്നേക്കാൻ പറ്റൂല, ഒന്ന് മറിയാൻ പോലും പറ്റൂല. ആ ഖബറിന്റെ ഉള്ളിലേക്കാ ഇരിക്കുന്ന ഓരോ ശരീരത്തെ കൊണ്ടുവെക്കുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരാ ചിന്തിക്കുക, ഇന്നും നമ്മളോട് മണ്ണ് വിളിച്ചു പറയാ, ഫസൗഫ തഅകുലു ദിദാന ലഹമക ഫീ ബത്നി. മോനെ നിന്റെ ശരീരങ്ങൾ എന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവച്ചു പോയാ, നിന്റെ ശരീരങ്ങൾ കടിച്ചു പറിക്കാൻ പുഴുക്കള് കാത്തു നിൽക്കുകയാണ് എന്റെ ചെറുപ്പക്കാരാ, കാത്തു നിൽക്കുകയാണ് എന്റെ പൊന്നുമോനെ. ആരും കൂടെ കടന്നു വരൂല്ല. ഇവിടെ ഇരിക്കുന്ന പെങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരാ, ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ചെറിയ ഒരു പുഴുവൊന്ന് കടന്നു വന്നാൽ പെട്ടെന്ന് ഇതിനെ കൊട്ടിക്കളയുന്ന ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ, പേടിച്ച് വിളിക്കുന്ന പെങ്ങളെ, ഇവിടത്തെ പുഴുക്കളെ പോലത്തെ പുഴുക്കളല്ല. അതുകൊണ്ടല്ലേ ഖബർവാസികളെ വിളിച്ചു പറയുന്നത്, മക്കളെ വനഹനു ഫീ ഖുർബത്തിനാ. ഈ ഖബർ പ്രയാസമാണ് മോളെ, ഖബർ നൊമ്പരമാണ് മോളെ, കഷ്ടപ്പാടാണ് പൊന്നുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ഖബർവാസികളെ വിളിച്ചു പറയാ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ, മോനെ ദുനിയാവിന്റെ പുറത്തോടെ കടന്നു പോകുമ്പോ നിങ്ങൾ കൊണ്ടടക്കിയ നിങ്ങളുടെ ബാപ്പയില്ലേ, നിങ്ങളുടെ ഉമ്മയില്ലേ, സഹോദരങ്ങളില്ലേ, അവരൊക്കെ നിങ്ങളെ നോക്കിയിട്ട് വിളിച്ചു പറയാ, ഇന്ന് മുതല് ദുനിയാവിന്റെ പുറത്തുകൂടെ അഹങ്കരിക്കണ്ട. ഉമ്മ എത്ര അഹങ്കരിച്ചവനാണ്, ബാപ്പ എത്ര അഹങ്കരിച്ചവരാണ്. ഇന്ന് അഹങ്കാരമൊക്കെ ഈ പച്ച മണ്ണിന്റെ ഉള്ളില് എല്ലാം നിന്ന് പോയിരിക്കുകയാണ്. ഈ പച്ച മണ്ണിന്റെ ഉള്ളിൽ എല്ലാം നിന്ന് പോയിരിക്കും. ഒന്ന് ചിന്തിച്ചേ, ഇരിക്കുന്ന ഓരോരുത്തരും ഒന്ന് എന്നെ നോക്കണ്ട, വിഷയത്തിലേക്ക് നോക്കാതെ ഒറ്റ സെക്കൻഡ് പച്ച മണ്ണിന്റെ ഉള്ളിൽ നിങ്ങളെ കൊണ്ടുവച്ച് എല്ലാരും പിരിഞ്ഞു. ഇനി ആരുമില്ല, ഒരു കുട്ടിയില്ല, നമ്മൾ മാത്രാണ് ആ പച്ച മണ്ണിന്റെ ഉള്ളിൽ. എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയണില്ല അല്ലെ, ആരെ കൂടെ വരാ? പരംവിധി ചുമ്മായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജഅത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥ എന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ് മേലിൽ വന്നു കിടക്കണ, നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും തണ്ണീരതും ചേർത്തു മണ്ണതിനാലെ അടവാക്കും വീടവീനെ പാറിലേ. കനമേറും ഈസാങ്കല്ലും മണ്ണും മാതിലുമീതേ മറമാടും ഖബർ ബഹു ജോറിലേ. ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോ, ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോ. അകലുമ്പോ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണിയെന്നിലാരെന്ന, ഉലകത്തിൽ തണിയെന്നിലാരെന്ന. പരംവിധി ചുമ്മായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജഅത്ത് നമുക്കുണ്ട് നാട്ടിലെ.
കഥ എന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ ഒരാൾക്കും അറിയില്ല. കബറാകുന്ന കബറിന്റെ പുറത്തുകൂടെ എത്ര കബറുകളാ നമ്മുടെ ഇവിടെ ഉള്ളത്. അതിന്റെ പുറത്തുകൂടെ ഒക്കെ നമ്മൾ നടന്നു പോകുന്നുണ്ട്, ചാരത്തുകൂടെ കടന്നു പോകുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖബറിന്റെ ഉള്ളിലുള്ള അവസ്ഥ നമുക്ക് അറിയാൻ പറ്റുമോ? പ്രച്ചോനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്. ഈ അവസരം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന റബ്ബേ, അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗാക്കണേ റഹ്മാനെ. ഉറക്കപ്പോൾ അല്ലാഹു നീ സ്വർഗ്ഗാക്കണേ റബ്ബേ. അല്ലാഹു ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ധിയിൽ അറിയാതെ എന്തെങ്കിലും ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ റബ്ബേ. ഉറക്ക പറയ്, നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ റബ്ബേ, നീ പൊരുത്തപ്പെട്ട് കൊടുക്കണ റഹ്മാനെ. അതുകൊണ്ട് ചിന്തിക്കാം. അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പോലും സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ട് സന്തോഷിച്ചു, അള്ളാന്റെ നരകത്തെ പറ്റി പറഞ്ഞിട്ട് കരഞ്ഞിട്ടില്ല, മഹ്ശറെ പറ്റി പറഞ്ഞിട്ട് കരഞ്ഞിട്ടില്ല, ഖബറിനെ പറ്റി പറഞ്ഞപ്പോ കരഞ്ഞുപോയി. എന്തേ കരയുന്ന അബൂബക്കറെ? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചപ്പോ പറഞ്ഞു, നരകത്തെ പറ്റി പറഞ്ഞാൽ അവിടത്തേക്ക് പോയാലും കുറ്റങ്ങൾ ചെയ്ത ആൾക്കാർ എന്നോടൊപ്പം ഉണ്ടാവും, സ്വർഗത്തിലേക്ക് പോയാലും അവിടെ ഈ നന്മകൾ ചെയ്തിട്ടുള്ള ആളുകൾ എന്നോടൊപ്പം ഉണ്ടാകും. പക്ഷേ എന്റെ ഖബറിന്റെ ഉള്ളിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോകുന്നത്. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ പഠിക്കുക, ആ ഖബറിന്റെ ഉള്ളിലേക്കാണ് നമുക്കും കടന്നു പോകാനുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദര. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോയത്, എന്റെ ഉള്ളിലേക്ക് നീ ഒന്ന് കടന്നു വരുമ്പോ പൊന്നുമോനെ, പുഴുക്കൾ നിന്നെ തിന്നാൻ മത്സരിക്കുകയാ. അവിടെ കിടന്നുകൊണ്ട് പുഴുക്കൾ ഇങ്ങനെ കൊത്തി വരയ്ക്കുകയാ. കണ്ണിന് വിലയില്ല, കാതിന് വിലയില്ല, ശരീരത്തിന് വിലയില്ല. പുഴുക്കൾ വലിച്ചു പറിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. എൻ്റെ ഉമ്മ ആ ഒരു മത്സരം ഇങ്ങനെ കാണുകയാ. ചെറിയൊരു പുഴുവിനെ പോലും പേടിയുള്ളവരെ, എന്തേ നമ്മൾ അവിടത്തെ പറ്റി ചിന്തിക്കാതെ കടന്നു പോകുന്നത്? പിന്നീട് അവിടെ പറയുകയാണ്, തംശീ പിന്നോരി അലാ ലഹരി വസൗഫ തഖഉ ഫിൽ ളുലുമാതി ഫീ ബത്നി. ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുന്നവനെ, ഇന്നും നമ്മളെ വിളിച്ചിട്ട്, ഇന്ന് നിങ്ങൾ ഈ സമക്ഷത്തിലേക്കൊന്ന് കടന്നു വരുന്ന സമയത്ത് പോലും എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ പോലെയുള്ള എന്റെ പൊന്നുമ്മമാരോട് പറഞ്ഞിട്ടില്ലേ? എന്റെ ഉപ്പമാരോട് പറഞ്ഞിട്ടില്ലേ? ഷമീർ ദാരിമിയോട് പറഞ്ഞിട്ടില്ലേ? എടാ, നീ ഇന്ന് കടന്നു പോകുന്നത്, സംഘാടകർ ഒരുപാട് ട്യൂബ് ലൈറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, ഒരുപാട് പ്രകാശത്തിന് വെളിച്ചം ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ അവര് കാണുന്നുണ്ട്. അതൊക്കെ നിനക്ക് കൂടെ കടന്നു പോകാനുള്ള വെളിച്ചമായിട്ടാ തന്നിട്ടുള്ളത് മോനെ. വസൗഫ തഖഉ ഫിൽ ളുലുമാതി ഫീ ബത്നി. എന്റെ ഉള്ളിലേക്ക് നീ കടന്നു വരുമ്പോ, ഇത് കൂരിരുട്ടിന്റെ വീടാണ്, കൂരിരുട്ടിന്റെ വീടാണ്. പടച്ചോനെ, ഞങ്ങൾക്കൊരുപാട് അമരില്ല. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾക്ക് നീ അവിടെ പ്രകാശം നൽകണേ അല്ലാ. പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, സന്തോഷിക്കണ്ട, അധികം ആനന്ദം വേണ്ട. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സ്വഹാബാ ഖിറാർ റളിയല്ലാഹു തആല അൻഹു ആദരവായ നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു പോയല്ലോ, യാ റസൂലല്ലാഹ്, ആ ഖബറിന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവച്ചിട്ട് ബാപ്പ പിരിയുമ്പോ, ഉമ്മ പിരിയുമ്പോ, സഹോദരങ്ങൾ പിരിയുമ്പോ, കൂടപ്പറപ്പുകൾ പിരിയുമ്പോ, യാ നബിയേ, അവിടെ രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ നബിയേ? ആ ഖബറിന്റെ ഉള്ളിൽ മനുഷ്യന്മാരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ മലക്കുകൾ കടന്നു വരില്ല നബിയേ. അദാബിന്റെ മലക്കുകൾ വരുമല്ലോ, റഹ്മത്തിന്റെ മലക്കുകൾ വരുമല്ലോ. പേടിയാണ് നബിയേ. അതിനെപ്പറ്റി ഒന്ന് പഠിപ്പിക്കുവോ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യൂതർ റജുലു ഫീ ഖബരിഹി ഫഇദാ ഉതിയ മിൻ ഖബലി റഅസിഹി
دفعته تلاوة القرآن وإذا أوتي من قبل يديه دفعته الصدقة وإذا أوتي من قبل رجليه دفعته مشيه إلى المساجد. ആദരവായ നബിയുന ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമയം ഒരുപാടായിക്കണ സമയം ഒരുപാടായി. നിങ്ങൾ പറ ആയിട്ടുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞോളൂ. സമയം ഒരുപാടായെങ്കിൽ ആയെന്ന് പറയണം. നമ്മളിപ്പം നിർത്തും. ആയിക്കണോ? ഇല്ലേ? നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ച് പറയരുത് കേട്ടോ. ഏതായാലും അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. പടച്ചോനെ, ഈ നല്ല മനസ്സോടെ ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ആർക്കൊന്ന് പറയും, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ നാട്ടുകാർ കിട്ടിയ എന്ത് ഭാഗ്യാണ്. ഒരുപാട് മുത്തഅല്ലിമുകൾ, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന മുത്തഅല്ലിമുകൾ, അവരിരുന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആമീൻ പറയാണ്. എത്ര സൗഭാഗ്യമുള്ള ആളുകൾ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാകമാരുടെ ചിറകിൻ്റെ ചോട്ടിൽ താമസിക്കുന്ന മുത്തഅല്ലിമുകളൊക്കെ ഇരുന്നിട്ട് നമ്മുടെ മരണപ്പെട്ട ബാപ്പക്കും ഉമ്മക്കും വേണ്ടിയൊക്കെ അവർ ദ്വാരക്കാണ്. അള്ളാഹു നമ്മുടെ മുത്തഅല്ലിമീങ്ങളെയൊക്കെ ഉറവിയായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന എല്ലാ വഴികളും അള്ളാഹു അവർക്ക് തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവരെ സഹായിക്കുന്ന ഈ നല്ലവരായ ഈ നാട്ടുകാർക്ക് അള്ളാഹു തആല സ്വർഗം കൊടുക്കട്ടെ. കാരണം വേറൊന്നുമില്ല, എന്നെ ഇപ്പം ഉദാഹരണം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ എല്ലായിടത്തും പേരെന്താ ദുആ ചെയ്യുക, പടച്ചോനെ ഇൽമു പഠിക്കണ സമയം മുതൽ നമ്മളെ സഹകരിച്ച ഒരുപാട് പോറ്റുപ്പമാരുണ്ട്. അവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണം. നമ്മളെപ്പോഴും ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് ദുആ ചെയ്യും. ഇതുപോലുള്ള ഒരുപാട് ആളുകൾ ആമീൻ പറയും. അതുപോലെ ഈ ഇരിക്കുന്ന മുത്തഅല്ലിമുകൾ ഈ നാടുകളിൽ നിന്നും പഠിച്ച് ഇറങ്ങിയാൽ ഓരോ മേഖലകളിലേക്ക് അവർ ചൊല്ലുമ്പോൾ ഈ നാട്ടുകാർ 1 രൂപ ബക്കറ്റിലിട്ടവർക്ക് വേണ്ടി, സ്വർണം കൊടുത്തവർക്ക് വേണ്ടി, അങ്ങനെ ഉള്ള ഓരോ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞിട്ട് അവർ ആമീൻ പറയുമ്പോൾ, അവരൊക്കെ ദുആ ചെയ്യുമ്പോൾ, നിങ്ങൾ എത്ര ഭാഗ്യമുള്ള ആൾക്കാരാണ്. 6 അടി മണ്ണിൽ കിടന്നാലും സന്തോഷം. പടച്ചോനെ, നമുക്ക് വേണ്ടിയൊക്കെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ മുത്തഅല്ലിമീങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹു അനുഗ്രഹം ചെയ്ത നാടാണിത്. അള്ളാഹു ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾ അള്ളാഹു തആല സ്വർഗം നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഒരു മുസ്ലിം സഹോദരൻ നമ്മുടെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ നേർച്ചയാക്കി. കുട്ടിയെ ലഭിച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അല്ലാഹു തആല ഹിദായത്തിന്റെ വഴികൾ അല്ലാഹു തആല തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കൊന്ന് പറയും, പിരിവ് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് മുങ്ങരുത്. ഈ പിരിവിന്റെ പീ കേട്ട പതുക്കെ മുങ്ങലുണ്ട് നമുക്ക്. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ്. ആദ്യം ഇന്നിപ്പോൾ നമ്മുടെ പരിപാടിയുടെ 1ാമത്തെ ദിവസമാണ്. എന്നാലും ഞാൻ പറയാണ്, ഈ സദസ്സിരിക്കുന്ന ഓരോ സഹോദരങ്ങളും കഴിഞ്ഞ കൊല്ലം ഇവിടത്തേക്ക് ഇതുപോലെ വന്നപ്പോൾ അൽഹംദുലില്ലാ കോളേജിന്റെ ആവശ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ മനസ്സോടെ സഹായിച്ചവരെ ഇല്ല എന്ന് ഞാനും പറയില്ല, ഈ ഇരിക്കുന്ന സംഘാടകരും പറയില്ല, ഒരു ഉസ്താദുമാരും പറയില്ല. അള്ളാഹുവേ, ആ സഹകരണങ്ങൾ ചെയ്ത കാരണം നിങ്ങളുടെ അന്നത്തെ വാള് കഴിഞ്ഞിട്ട് എനിക്ക് പിറ്റേ ദിവസം എനിക്ക് എവിടെ വാളല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് നിങ്ങളുടെ കാര്യം ഞാൻ അവിടെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ദുആ ചെയ്തിരുന്നു. കാരണം നിങ്ങൾ നല്ല മനസ്സോടെ ഹദിയ ചെയ്തപ്പോൾ, സംഭാവന ചെയ്തപ്പോൾ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിൽ ഇന്ന് ആദ്യമായിട്ടൊരു സദഖ ഒരു അമുസ്ലിം സഹോദരന് അല്ലാഹു തആല ഹിദായത്തിന്റെ വഴികൾ അല്ലാഹു തആല തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കൊന്നു പറയും, അല്ലാഹു തആല ഹിദായത്തിന്റെ വഴികൾ അല്ലാഹു തആല തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 7 കാര്യങ്ങൾ ആ സഹോദരൻ അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അധികമൊന്നും ഞാൻ ആരോടും ഒന്നും ചോദിക്കൂല. നമ്മുടെ 1ാമത്തെ സദസ്സ് ഇവിടെ ഞാൻ എൻ്റെ വിഷയം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പൂർത്തിയാക്കി. ഒരു 10-20 മിനിറ്റൂടെ അതിനകത്ത് വെച്ചിട്ട് തങ്ങൾ വരുമെന്നാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അല്ലേ സാറേ? അവിടെ എത്തിക്കണം, തങ്ങളിവിടെ എത്തിക്കണേ. അപ്പം നമ്മൾ അവരെ ഇരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടിപ്പിക്കാനും പറ്റില്ല. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവരെ സാർ ബഹുമാനമുള്ള സഹോദരങ്ങൾ എല്ലാവരും എഴുന്നേറ്റിക്കുക. അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ കടന്നു വരുന്നുണ്ട്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ
അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉറക്കൊന്നും പറ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എല്ലാവരും ഇരിക്കും ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങൾ, ഒരു 10 മിനിറ്റ് ഞാൻ തങ്ങളുടെ മേടിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ചോദിച്ചിട്ടാ നിൽക്കുക. ഇത് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറഞ്ഞു വെച്ചതെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കും. 10 മിനിറ്റ് അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഉറക്കൊന്ന് പറയും, നമുക്ക് നാളെയൊക്കെ വാദമുണ്ടല്ലോ, ഇനിയും കേൾക്കാം, ഒരുപാട് കേൾക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഉമ്മമാരുടെ ഭാഗത്തേക്ക് ഇതുപോലെ നമ്മുടെ മക്കളെ പറഞ്ഞു വിട്ടു. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഈ സദസ്സിൽ ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്കൊരു ദുആയും കൂടെ, അവരുടെയൊക്കെ ഒരു ദുആയും കൂടെ നമുക്കൊന്ന് ലഭിക്കാൻ പോവാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ, ഞാൻ നമ്മുടെ കൂട്ടത്തിൽ അന്ന് വിട്ടതുപോലെ ഒരു നമ്മുടെ കുറച്ച് മുത്താലിമ്യങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് വിടും, എൻ്റെ ഉമ്മമാരുടെ ഇരിക്കുന്ന സഹോദരങ്ങളുടെ മുമ്പിലേക്ക്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കലാലയത്തിൻ്റെ കുറച്ചും കൂടെ ഇൻഷാ അല്ലാഹ് ഒരു ആവശ്യം, അതും കൂടെ നിങ്ങളൊന്ന് സഹായിച്ചാൽ പിന്നീട് ഇതിൻ്റെ പേരും പറഞ്ഞ് നിർത്തി ഇൻഷാ അല്ലാഹ് പിന്നെ ഞങ്ങളടുത്ത് ചോദിക്കൂല. അതുകൊണ്ടൊരു നമ്മുടെ മക്കൾ വരുമ്പോൾ ഒരു ചെറിയ ഒരു ഗ്രാമമായാലും ഒരു കുഴപ്പമില്ല, ഇന്നലൊരു 10,000 ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒരു പിരിവിനായിട്ടും കൂടെ നിൽക്കല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഈ പകയ മഹാപിരിവായിരുന്നു, ഇപ്രാവശ്യം അങ്ങനല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഇൻഷാ അല്ലാഹ് 10,000 6,000 ഒരു സ്വർണത്തിൻ്റെ ഒരു തരിയെങ്കിലും ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ആദ്യം ആരാണ് ഇൻഷാ അല്ലാഹ് ഞാനിവിടെ നിന്ന് വാള് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇവിടെ സംസാരിക്കാൻ കയറുന്നതിന് മുമ്പ് ആദ്യം ആരായിരിക്കും ഈ സദസ്സിലേക്ക് കൊണ്ടുവരിക എന്ന് എനിക്കറിയില്ല. നമ്മുടെ കുട്ടികളെ നമ്മൾ വിടുന്നത്. അതുകൊണ്ട് ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഒരു നമ്മുടെ കുട്ടികളെ കുറച്ചാൾ എത്രയും പെട്ടെന്ന് പോയിട്ടുണ്ട്, പോയില്ല, പോയിക്കോട്ടെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. 6,666 അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞോളൂ ഇൻഷാ അല്ലാഹ്. ഇതൊരിക്കലും പാഴാകൂല, നല്ല നിറഞ്ഞ മണ്ണാണ്, നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണിത്. ബഹുമാനപ്പെട്ട ശുഹദാക്കൾ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും കാണുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നവരാരാണ്, അവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാ. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, പ്രിയപ്പെട്ട സ്വഹാബ, 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലേക്ക് നിങ്ങളെ കൊണ്ടുവച്ച് കഴിഞ്ഞ നിങ്ങളുടേതായിട്ടുള്ള തലയുടെ ഭാഗത്ത് കൂടെ നിങ്ങൾ ചെയ്തു പോയ അദാബുകൾ കടന്നു വരികയാ. ആ അദാബുകൾ കടന്നു വരുമ്പോ ആരാ നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന എന്നറിയോ? ദഫഅതുഹു തിലാവത്തുൽ ഖുർആൻ. അല്ലാഹുവിന്റെ പരിപാവനമായ പരിശുദ്ധമായ ആ ഖുർആൻ നിറഞ്ഞ മനസ്സോടെ പാരായണം ചെയ്തു പോയവരെ, സൂറത്ത് യാസീൻ ഓതിയവരെ, അൽഹാക്കുമുത്ത നിറഞ്ഞ മനസ്സോടെ ഓതിപ്പോ എന്റെ സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളില്, ആ ഖബറിന്റെ ഉള്ളിലേക്ക് സന്തോഷത്തോടെ കടന്നു വരുന്നത് ഏതാ? നിങ്ങൾ ഓതിപ്പോയ യാസീനാൻ, അൽഹാക്കുമുത്തകാസുറുവാൻ. സന്തോഷത്തിന്റെ വഴികളിലായിട്ട് അദാബിന്റെ മാലാകമാര് കടന്നു വരുമ്പോ, അദാബുകൾ കൊണ്ട് കടന്നു വരുമ്പോ, അദാബുകൾ കടന്നു വരുന്ന സമയത്ത് ഖുർആൻ പറയാ, ഒരിക്കലും ഇവന് ഉപദ്രവിക്കാൻ പറ്റൂല, ഇവനെ നോവിക്കാൻ പറ്റൂല, ഇവനെ നൊമ്പരപ്പെടുത്താൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ഖുർആനാ. സമയമില്ലാത്തത് കൊണ്ട് വിശദീകരണത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല.
ഉതിയ മിൻ ഖിബലി യദൈഹി ദഫഅതുഹു സ്വദഖ. എന്തിനാണ് ഇതുപോലത്തെ അല്ലാഹുവിന്റെ ദീനീ കലാലയങ്ങളെ സഹായിക്കുന്ന എന്നറിയോ? അതിനു വേണ്ടി നിറഞ്ഞ മനസ്സോടെ കൊടുക്കുന്ന എന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തലഭാഗത്തുകൂടെ കടന്നു വരുന്ന അദാബിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുമ്പോ കൈയിന്റെ ഭാഗത്തുകൂടെ അദാബദാ കടന്നു വരികയാ. ആ കടന്നു വരുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഇവിടെ വെച്ചുകൊണ്ട് കഴിഞ്ഞ കൊല്ലം നമ്മൾ കൊടുത്തുപോയ സ്വതക്കയുണ്ടല്ലോ, ഇന്നിവിടെ വെച്ചുകൊണ്ട് ആരെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ നിറഞ്ഞ മനസ്സോടെ കൊടുക്കാൻ കാത്തിരിക്കുന്നവരെ അൽഹംദുലില്ലാഹ്, ആ കൊടുക്കുന്ന സ്വതക്കയതാ വിളിച്ചു പറയുകയാ, ദഫഅതുഹു സ്വദഖ. അവന്റെ കൈയിന്റെ ഭാഗത്തുകൂടെ കടന്നു വരുന്ന അദാബിനെ തട്ടിമാക്കുകയാ. അവിടെ നിന്ന് നമ്മുടെ തലഭാഗത്തുനിന്ന് ഖുർആൻ കൊണ്ട് രക്ഷപ്പെട്ടു. കൈ ഭാഗത്തുകൂടെ കടന്നു വരുന്ന അദാബ്, ആ ഒരു അദാബ് എങ്ങനെയാ രക്ഷപ്പെട്ടത്? സ്വതക്ക ചെയ്തത് കൊണ്ടാ. മൂന്നാമത്തതോ കാലിന്റെ ഭാഗത്തുകൂടെ കടന്നു വരികയാ. പടച്ചവന്റെ പള്ളിയിലേക്കൊന്ന് ഓടിപ്പോയി നിസ്കരിച്ചു പോയ ചെറുപ്പക്കാരാ, ജമാഅത്തിന് ഓടിപ്പോയ പൊന്നുമോനെ, അൽഹംദുലില്ലാഹ്, അത് കാരണമായി നിന്റെ കാലിന്റെ ഭാഗത്തുകൂടെയും അദാബ് കടന്നു വരില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 6 അടി മണ്ണാകുന്ന ഖബർ നമ്മളോട് ഓരോന്ന് വിളിച്ചു പറയുമ്പോ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കണേ. നമ്മള് ഇന്നും നമ്മളോട് വിളിച്ചു പറഞ്ഞു പോയതാ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അഹങ്കരിക്കണ്ട, ആർഭാടത്തിന്റെ പടുകുഴിയിലൂടെ കടന്നു പോകണ്ട. നിന്റെ ബാപ്പ കിടക്കുന്നത് പോലെ, നിന്റെ ഉമ്മ കിടക്കുന്നത് പോലെ, നിന്റെ പ്രിയപ്പെട്ടവര് കിടക്കുന്നത് പോലെ പച്ചമണ്ണാകുന്ന എന്റെ ഉള്ളിലേക്ക് നീയും കടന്നു വരാൻ പോവുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, മനസ്സുകൊണ്ട് കരുതുക, അല്ലാഹുവേ, ഇന്ന് ഞാൻ മരിച്ചാലും എനിക്ക് സ്വർഗം വേണം. അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങള് ഇന്ന് നമുക്കൊക്കെ നിറഞ്ഞ മനസ്സോട് ദുആ ചെയ്യും. നമ്മുടെ സദസ്സിനെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇവരെ പോലെ ഉള്ള മഹാരഥന്മാരായ സയ്യിദന്മാർ നമ്മുടെ സദസ്സുകളിലേക്കൊന്ന് കടന്നു വരുമ്പോ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന മാറ്റം എത്രയാണ്. അതുകൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ റഹ്മാനെ. ഖബറിന്റെ ഉള്ളിൽ രക്ഷപ്പെടുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെ കൈവിടല്ല അല്ലാ, ഞങ്ങളെ മോശക്കാരാക്കല്ല അല്ലാ, ഞങ്ങളെ നൊമ്പരപ്പെടുത്തല്ല അല്ലാ, ഞങ്ങളെ കണ്ണുനീരിന്റെ ആളുകളായി ഞങ്ങളെ വലിച്ചെറിയല്ല റഹ്മാനെ. നിന്റെ നരകത്തിന്റെ അകലുകാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല അല്ലാ. പടച്ചോനെ, ഖബർ പോലും സ്വർഗമാകുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവേ, ആ ഖബർ സ്വർഗമാകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ടാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വന്ന സ്വഹാബത്തിനോട് പറഞ്ഞത്, ഒന്ന് നിങ്ങളുടെ മരണത്തെ പറ്റിയുള്ള ഓർമ്മയാൻ എന്റെ സ്വഹാബത്തെ, 2 നിങ്ങൾക്ക് നന്നാകണോ, നിങ്ങളുടെ ഖബറിനെ പറ്റിയുള്ള ഓർമ്മയാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സുകൊണ്ട് കരുതിപ്പോയാൽ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുമെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചപ്പോ, ആ ഒരു വഴിയിലൂടെ കടന്നുപോയപ്പോ, സന്തോഷത്തിന്റെ നാളുകളിലൂടെ കടന്നുപോയപ്പോ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, സ്വഹാബത്ത് കുറെ നാളുകൾ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന റസൂലുള്ളാഹിയോട് പറഞ്ഞു കൊടുക്കുകയാ, ഈമാനികമായ ചിന്ത കടന്നു വന്ന നബിയേ, നിസ്കാരത്തിൽ സന്തോഷം കിട്ടി നബിയേ, നിസ്കാരത്തിൽ സൗമ്യത കിട്ടി നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോയെങ്കിൽ, അല്ലാഹുവേ, ഇത്രയും നേരം ഇവിടെ കടന്നിരുന്ന മുഴുവൻ സഹോദരങ്ങളെയും സ്വീകരിക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, സന്തോഷത്തിന്റെ വഴികൾ നീ തുറക്കണേ അല്ലാഹുവേ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചപ്പോഴേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇതുപോലെ കൊണ്ടുകൊടുത്തു. അന്ന് നമ്മുടെ പരിപാടിയുടെ അവസാനത്തെ ദിവസമായിരുന്നു തോന്നുന്നുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളൊക്കെ മനസ്സറിഞ്ഞിട്ട് ഇതുപോലെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുബൈർ ഫൈലി ഉസ്താദിനെ വിളിച്ച് ഞാൻ അന്വേഷിക്കുമ്പോൾ നിങ്ങളൊക്കെ നിറഞ്ഞ മനസ്സോടെ കൊടുത്തവരാണെന്ന് പറയും. ഇതിപ്പോൾ അവസാനത്തെ ഒരു ദിവസമോ മധ്യത്തെ ദിവസമാണെങ്കിൽ എൻ്റെ ഉമ്മമാരൊക്കെ എൻ്റെ കയ്യിൽ കൊണ്ടുതരുമെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പാൻ. അൽഹംദുലില്ലാഹ്. ഒരു സ്വർണത്തിൻ്റെ
ചെയിൻ ഇവിടെ കൊടുത്തു വിട്ടു. അല്ലാഹു തആല ഖബൂലാക്കും. ഇത് ദുആ ചെയ്ത് കഴിയുന്ന മുമ്പ് അടുത്തൊരു സഹോദരിക്ക് കൊടുത്തുവിടാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 6666 ആരെങ്കിലും നമ്മുടെ ആണുങ്ങളുടെ ഭാഗത്ത് ഇൻഷാ അല്ലാഹ്, ഇന്ന് അധികമായിട്ട് ഞങ്ങൾ പിരിക്കുന്നില്ല, നിങ്ങൾ ഇൻഷാ അല്ലാഹ് കൊടുത്തു വിട്ടാൽ മതി. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഉറക്കെ ചൊല്ലിക്കേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അബ്ദഉ ബിസ്മിൽ വാഹിദി حمدا له بالآبد صلى على محمد والآل وسلام الله. അർഹം റഹീമായ അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹ്, നമ്മുടെ ഒന്നാമത്തെ സുദിനമായ ഇന്ന് ഒരു മുസ്ലിമായ ഒരു സഹോദരൻ ഒരു സ്വർണ്ണം ഇവിടെ കൊടുത്തു വിട്ടു. അല്ലാഹുവേ, ഹിദായത്തിന്റെ എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഒരു സഹോദരി ഇവിടെ നിറഞ്ഞ മനസ്സോടൊരു സ്വർണം കൊടുത്തു വിട്ട് റബ്ബേ, അത് ഏതൊരു കൈകളിലാണോ കിടന്നിരുന്നത്, അല്ലാഹുവേ, നാളെ സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ അണിയാൻ നീ സൗഭാഗ്യം പ്രദാനം ചെയ്യണേ അല്ലാ. സന്തോഷത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നരകത്തിന്റെ ചൂടാ സഹോദരിയെ നീ സ്പർശിപ്പിക്കല്ലേ അല്ലാ. പടച്ചോനെ, ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ നൊമ്പരങ്ങളോ കഷ്ടതകളോ കഷ്ടപ്പാടുകളോ ഉണ്ടെങ്കിൽ അല്ലാഹുവേ, അതൊക്കെ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ കിടന്നിറങ്ങുന്ന മഹാരഥന്മാരായ ശുഹദാക്കളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ കഷ്ടതയും നൊമ്പരങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അർഹമർ റഹീമായ അല്ലാ, ആ സഹോദരിയെ നീ സ്വീകരിക്കണേ റബ്ബേ, ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നിറഞ്ഞ മനസ്സോടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമുക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യും. ആ സദസ്സിൽ നിങ്ങൾക്ക് കൊടുത്തു വിടുക. അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹു തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ 100% അറിയാവുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി നാളെയും മറ്റന്നാളൊക്കെയായി നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങളൊക്കെ സഹായ സഹകരണങ്ങൾ ചെയ്യണം. അല്ലാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിൻ്റെ വഴികളിലേക്ക് എത്താനുള്ളൊരു അമാലുകളുടെ കൂട്ടത്തിൽ എത്താൻ അല്ലാഹു നമുക്ക് അവസരം തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും നേരം ഈ സദസ്സിൽ ഒരുപാട് വയസ്സായ നമ്മുടെ മഹല്ലത്തിൻ്റെ ഖാദിയെ പോലെയൊക്കെയുള്ള ഒരുപാട് ഉസ്താദുമാർ ഈ സദസ്സിൽ ഒരുപാട് നേരെ അവരൊക്കെ ഇരിക്കുന്നു. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ രക്കണം, നിങ്ങൾക്കൊക്കെ ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നാളെ കണ്ണൂരാണ് പരിപാടി, നാളെ 2 പരിപാടി, നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അതിനുള്ള ആഫിയത്തൊന്നും ഇല്ല. എന്നാലും ഇൻഷാ അല്ലാഹ് പിന്നെ അറിയാതെ ഏറ്റവും പോയി, അപ്പോൾ കുടുങ്ങിയിട്ടപ്പോൾ ഉള്ളത് നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് 2 പരിപാടി നാളെ ഉഷാറാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ മനസ്സറിഞ്ഞിട്ട് ദുആ ചെയ്യണം. അല്ലാഹു നമ്മളെ മുഴുവനും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.